ഹലോ ഓൾ. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും പല രോഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചൊരു കോവിഡ്-19 ശേഷം പല രീതിയിലുള്ള അസുഖങ്ങളും വർദ്ധിച്ചു വരുന്നതായിട്ടൊക്കെ നമ്മുടെ കാഷ്വൽ ടോക്കിലൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ക്യാൻ കെയർ ഇന്ത്യ ഫൗണ്ടേഷൻ ക്യാൻസർ അവയർനെസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മികച്ച സംഘടനയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് സിനാൻ ഉണ്ട്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് നസീഫ്, അതുപോലെ തന്നെ ഡോക്ടർ ഷീദ്. ഇവരൊക്കെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ക്യാൻ കെയർ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളാണ്. അതുപോലെ തന്നെ ക്യാൻസർ സ്പെഷ്യാലിറ്റി ഏരിയകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ച് ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ട് അവയുടെ ആയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. നസീഫിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ക്യാൻ കെയറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഇപ്പോൾ ഡോക്ടർ ഷീദ്, എന്താണ് ക്യാൻ കെയർ ഇന്ത്യ ഫൗണ്ടേഷൻ? എന്താണ് ക്യാൻ കെയർ ഇന്ത്യ ഫൗണ്ടേഷൻ 2-3 കൊല്ലം മുമ്പ് നമ്മൾ തുടങ്ങിയതാണ്. പല ആക്ടിവിറ്റീസും തുടങ്ങി. അതായത് നാട്ടിൽ നിന്ന് ഡൽഹി വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ, എൻ്റെ പേര് ഡോക്ടർ ഷീദ് എന്നാണ്, ബത്ര ഹോസ്പിറ്റൽ ഓൺകോളജിസ്റ്റാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത കുറേ പേഷ്യൻസ്, മരണപ്പെട്ട പേഷ്യൻസും അവരുടെ ഫാമിലിയും കൂടി ഉണ്ടാക്കിയ ഒരു ഫൗണ്ടേഷനാണ് ക്യാൻ കെയർ ഇന്ത്യ ഫൗണ്ടേഷൻ. അപ്പം അത് ഡൽഹിയിൽ നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ്, പിന്നെ പാലിയേറ്റീവ് കെയർ, പിന്നെ പേഷ്യൻസിന് ജനറൽ ഗൈഡൻസും ട്രീറ്റ്മെൻറ്റും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അടുത്ത കാലത്ത് നമ്മളൊരു കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിൽ. ക്യാൻസർ അവയർനെസ് കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്തത് കുട്ടികളായിരുന്നു. കോളേജ് ക്യാമ്പസ്, ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ, ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റി, JNUവിൽ പഠിക്കുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് അവിടുത്തെ NSS ഒക്കെ കൂടി നമ്മൾ ക്യാൻസർ കോൺഫറൻസ് ഉണ്ടാക്കിയത്. അപ്പം അവിടെ വന്ന ചർച്ചേൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിങ്ങൾ ചെയ്യേണ്ടത് നാട്ടിലാണ് കൂടുതൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്യാൻ കെയർ ഇന്ത്യ ഫൗണ്ടേഷന് ഇത് രൂപീകരിച്ചതും പിന്നെ നമ്മൾ ഫംഗ്ഷൻ വർക്ക് തുടങ്ങിയതും. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്യാൻസർ അവയർനെസ് ക്യാമ്പയിനിങ് നാട്ടിൽ തുടങ്ങാൻ വേണ്ടിയിട്ട്, ഇത് ഒക്ടോബർ വാസ് എ ബ്രസ്റ്റ് ക്യാൻസർ മന്താണ്, ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്താണ്. അപ്പോൾ അതിനനുബന്ധിച്ച് നമ്മൾ നാട്ടിൽ ഇപ്പോൾ കോട്ടക്കൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ക്യാൻസർ അവയർനെസ് ക്യാമ്പയിനിങ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. പർട്ടിക്കുലർലി സ്കൂൾ കുട്ടികൾക്ക് 9, 10, 11, 12 പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ CDS, കുടുംബശ്രീ ആൾക്കാർക്കൊക്കെ നമ്മൾ പരമാവധി ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കോട്ടക്കലിലാണ് ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കോട്ടക്കൽ ഫോക്കസ് ചെയ്യാനുള്ള കാരണം, കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ഒപ്പം ചേർന്നിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. 100% ക്യാൻസർ ലിറ്ററസി ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വർക്കാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ ഡോക്ടർ ഹനീഷ ചെയർപേഴ്സണാണ്. ഷീ ഈസ് വൺ ഓഫ് ദ ഹു ഈസ് ബിഹൈൻഡ് ദീസ്. പിന്നെ നാസർക്ക ഉണ്ട്, ഹീ ഈസ് ഓൾസോ ഹെൽപ്പിംഗ്. പിന്നെ ഖലീൽ എന്ന് പറഞ്ഞിട്ട് ലീഡറാണ്, ഹീ ഈസ് ഓൾസോ ഹെൽപ്പിംഗ്. എല്ലാ സ്കൂളിലെ പ്രിൻസിപ്പൽസും സ്റ്റുഡൻസും ദേ ആർ ഓൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ്. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ സ്കൂൾസ്. പിന്നെ ഇനി നമ്മൾ നാളെ മുതൽ ലോക്കൽ പോപ്പുലേഷനോട്, അതായത് പള്ളികൾ, ചർച്ച്, അമ്പലങ്ങൾ, പിന്നെ ഓട്ടോ ഡ്രൈവർമാർ, കടകൾ, അവിടെയൊക്കെ നമ്മൾ പരമാവധി ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നാളെ മുതൽ അതായിരിക്കും പരിപാടി. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, എന്തുകൊണ്ട് സ്പെസിഫിക്കലി ക്യാൻസർ എല്ലാ ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകളും വൺ ഫോം ഓഫ് അല്ലെങ്കിൽ അനദർ കൈൻഡിൽ എന്തായാലും പല പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത എന്തുകൊണ്ട് തോന്നി? ആക്ച്വലി ക്യാൻസർ ട്രസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ കാരണം ലിറ്ററലി പേഷ്യൻസാണ്. പേഷ്യൻസ് അങ്ങനെ ഉണ്ടാക്കാൻ പറയാനുള്ള കാരണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. അതിൻ്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും അതിൻ്റെ വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റ് എന്തെങ്കിലും കാരണമായിട്ട് അവർക്ക് ആദ്യം എത്തിപ്പെടാൻ പറ്റുന്നത് RCC ആണ്, സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. RCCയിൽ പലപ്പോഴും അവർക്ക് ട്രീറ്റ്മെൻറ്റ്, അവരുടെ റിസോഴ്സസ് മാക്സിമം എങ്ങനെ പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം അതിൽ പലപ്പോഴും ഡിലേ വരും. അപ്പോൾ ആ ഡിലേ വരുമ്പോൾ തന്നെ നമ്മൾ കൂടുതലുള്ള ആൾക്കാർ പല അഭിപ്രായങ്ങളും പറയും. അപ്പം പിന്നെ അത് മാത്രമല്ല, ഓൺകോളജിസ്റ്റ് അല്ലാതെ ഡോക്ടർമാർക്കും പലപ്പോഴും വ്യക്തത ഉണ്ടാവില്ല എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പം പൊതുവെ പൊതുജനങ്ങൾക്ക്, അതായത് ഒരു പേഷ്യൻ്റ്, ഇപ്പോൾ എനിക്കാണ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിത് എന്താ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തത ഇല്ല. അപ്പം അതിൻ്റെ വ്യക്തത
കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് നമ്മൾ ആദ്യം കെയർ ഇന്ത്യ ഫൗണ്ടേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ലേറ്റർ മനസ്സിലായെന്ന് വെച്ചാൽ അതിനേക്കാളും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സാധനം പ്രിവെൻറ്റീവ് ഓൺകോളജിയാണ്. അതായത് ഈ ക്യാൻസർ വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് വരാതിരിക്കാനുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാം. അതായത് ക്യാൻസർ അവെയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനം എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മൾ ഈ ഫൗണ്ടേഷനും അതിൻ്റെ ഫംഗ്ഷനും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡോക്ടർ ഇപ്പോൾ കോട്ടക്കൽ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ സൂചിപ്പിച്ചു. എങ്ങനെയാണ് കോട്ടക്കൽ എത്തിപ്പെടുന്നത്? കോട്ടക്കലിലെ പ്രത്യേക ലിറ്ററലി റാൻഡം ചോയ്സാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ അതിലൊരു കാരണമുണ്ട്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇപ്പം പുതിയ ക്യാൻസേഴ്സ് ഒരു ആനുവലി ക്യാൻസർ ഇൻസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഈസ് ഹാവിങ് ഹയസ്റ്റ് ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ന്യൂ ക്യാൻസേഴ്സ് വരുന്നത് കേരളത്തും നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പത്തനംതിട്ടയും മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഇൻസിഡൻസ് ഉള്ളത്. അപ്പം ഇത് ക്യാൻസർ ഇൻസിഡൻസ് എന്ന് പറയുന്നത് എല്ലാവരും അത് ജസ്റ്റ് സംടൈംസ് വി ജസ്റ്റ് സീസ് എ നമ്പർ. കുറേ ക്യാൻസർ വരുന്നുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ ഈ സ്വാഭാവിക അവസ്ഥ എല്ലായിടത്തും നടക്കുന്നില്ല. അതായത് ഇപ്പോൾ വയനാട് പോയി കഴിഞ്ഞാൽ ഇൻസിഡൻസ് കുറവാണ്. അതുകൊണ്ടാണ് വയനാട് ക്യാൻസർ സെൻറ്റർ വരുന്നതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ കോഴിക്കോട് മലപ്പുറം എത്ര ക്യാൻസർ സെൻറ്റർ വരുന്നുണ്ട്, അതെങ്ങനെ വികസിപ്പിക്കുന്നുണ്ട്, എത്ര പുതിയ സെൻറ്റർ വരണം, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അത് ആഘോഷിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് സംതിങ് ടു സെലിബ്രേറ്റ്, സംതിങ് വി ഹാവ് ടു ബി അവെയർ ഓഫ് എന്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു റാൻഡമായിട്ട് ചിന്തിച്ചപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഏറ്റവും കൂടുതൽ ക്യാൻസർ ഇൻസിഡൻസ് വരുന്നത് മലപ്പുറത്തും ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് മലപ്പുറത്തും ആയതുകൊണ്ടാണ് നമ്മൾ കോട്ടക്കലിനെ അപ്രോച്ച് ചെയ്ത് മുനിസിപ്പാലിറ്റിനെ അപ്രോച്ച് ചെയ്തപ്പോൾ ദേ ആർ വെരി ഇംപ്രസ്ഡ് വിത്ത് ദ ഐഡിയ ആൻഡ് വി വെൻറ്റ് അഹെഡ് വിത്ത് ദ പ്രോഗ്രാം. അങ്ങനെയാണ് കോട്ടക്കൽ എത്തിപ്പെടുന്നത്. ദർ ഇസ് നോ ബാക്ക് സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ്. അതിന് മലപ്പുറത്ത് അധികം എന്ന് പറയുമ്പം ഒരു പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ടാണോ അല്ലെങ്കിൽ റേറ്റ് അനുസരിച്ചിട്ട് തന്നെ അല്ല, പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് ഒന്നുമില്ല. പോപ്പുലേഷൻ ഡെൻസിറ്റി അത്ര കൂടുതലൊന്നുമില്ല. റേറ്റാണ് നമ്മൾ ഇൻസിഡൻസ് റേറ്റാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിൽ പോപ്പുലേഷനുമായിട്ട് വലിയ ബന്ധമില്ല. അതിൽ കാരണം വരുന്നത് പ്യൂർലി നമ്മൾ വരുന്ന റാപ്പിഡ് അർബനൈസേഷനും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മളെ കൾച്ചറിനെയും നമ്മളെ മണ്ണിൻ്റെ മഹിമ നമ്മളെ കൾച്ചർ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കളഞ്ഞു. ഈ വെൻറ്റ് ആഫ്റ്റർ സം അതർ കൾച്ചർ. അപ്പോൾ അതാണ് ഫൈനലി. പിന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന എല്ലാ ലൈഫ് സ്റ്റൈലും എന്തൊക്കെയാണ് സുഖം കിട്ടുന്നുണ്ടോ അതൊക്കെ നമ്മൾ വേഗം അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ, ഇസ് ഇറ്റ് നെസസറി, അതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നില്ല. അത് സ്റ്റാർട്ടാവുന്നത് ലിറ്ററലി ഫ്രം ബർത്ത് ടിൽ ഡെത്ത്. അത് നമ്മൾ പിന്നെ അത് മാത്രമല്ല നമ്മളെ സംവിധാനങ്ങളുണ്ടല്ലോ, നമ്മളെ പഠന എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, കരിയർ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, ഈ സംവിധാനങ്ങൾക്ക് തന്നെ നമുക്കൊരു അൾട്ടർനേറ്റീവ് ഓപ്ഷൻ തരുന്നില്ല. ഒരു അൾട്ടർനേറ്റീവ് ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് പോലും തരുന്നില്ല. ഫോർ എക്സാമ്പിൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു നാടൻ വേഷം ഇട്ടിട്ട് ഒരു ഓഫീസിൽ കയറി ചെല്ലാൻ പറ്റില്ല. ലിറ്ററലി ദേ ആർ ഔട്ട് ഓഫ് പിക്കാണ് അവിടെ. അത് മാത്രമല്ല നമ്മളൊരു സർക്കസിൻ്റെ ഭാഗമാണ് ഈ ലാംഗ്വേജ്. നമ്മൾ മലയാളത്തിന് അതിൻ്റെതായ മഹിമ അത് മനസ്സിലാക്കുന്നില്ല, പഠിക്കുന്നില്ല. കുട്ടികൾ വിചാരം മലയാളം അവിടെ ഇരിക്കട്ടെ, ഇംഗ്ലീഷ് പറയുന്നതാണ് എന്തോ ഒരു സംഭവമായിട്ട് വി ഓൾ അഡോപ്റ്റിങ്. ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ട് ഒരു സർക്കസിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. സോ ഓവറോൾ ചേഞ്ച് നമ്മളൊരു ക്യാപിറ്റലിസ്റ്റിക് ഗ്രോത്ത്, കമേഴ്ഷ്യലൈസേഷൻ, എക്സസീവ് കമേഴ്ഷ്യലൈസേഷൻ, പിന്നെ ഈ എക്കണോമിക് ലിബറലൈസേഷൻ വരുമ്പോൾ വരുന്ന ചേഞ്ചസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഒന്നും കൂടെ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. വി ഹാവ് ടു ഡിസ്കസ്. അപ്പം ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇൻഷാ അല്ലാഹ്. ഡോക്ടറെ, ദേശീയ ശരാശരിയേക്കാൾ 2 ഇരട്ടി അധികമാണ് കേരളത്തിലെ പുതിയ ക്യാൻസർ രോഗികളുടെ നിരക്ക്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കേരളത്തിൽ? വളരെ സിമ്പിളാണ്. നമുക്ക് ചിന്തിക്കാൻ വലിയ സംഭവമൊന്നുമില്ല. അർബനൈസേഷനാണ്, റാപ്പിഡ് അർബനൈസേഷൻ അതിൻ്റെ ഏറ്റവും കാരണം. അപ്പോൾ അത് പഴയ സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജപ്പാനിൽ സ്റ്റഡീസാണ്, നമ്മൾ ബുക്കിൻ്റെ സ്റ്റഡീസാണ്. അതായത് ജപ്പാനീസ് പൊതുവെ റിസർവ് കൾച്ചറാണ്. അവരുടെ കൾച്ചറും അവരുടെ ഐഡൻറ്റിറ്റിയും അവരുടെ ഫുഡ് കൾച്ചറും ദേ ട്രൈ ടു പ്രിസർവ്. അതായത് ഇമിഗ്രേഷൻ തീരെ കുറവുള്ള ഒരു രാജ്യമാണ് ജപ്പാനിലുള്ള ആൾക്കാർക്കുള്ള ക്യാൻസർ ഇൻസിഡൻസ് അവർ അമേരിക്കയിൽ പോകുന്നതോടെ അമേരിക്കയിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ക്യാൻസർ വരുന്നത് അതേപോലത്തെ ഒരു അവസ്ഥയാണ് അത്രയും കൂടുതൽ ക്യാൻസർ. അപ്പം അതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ഗോ ടു US, ഞാൻ അമേരിക്ക പോയി കഴിഞ്ഞാൽ എൻ്റെ ക്യാൻസർ ഇൻസിഡൻസും അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നതോടെ അവർക്ക് എങ്ങനെയാണ് ക്യാൻസർ വരുന്നത് അതുപോലെ നമുക്കാവും. അപ്പോൾ കേരളീയ കൾച്ചറിൽ നമ്മൾ ജീവിച്ച ഒരാൾ പെട്ടെന്ന് ഒരു അമേരിക്കനൈസ് അല്ലെങ്കിൽ വെസ്റ്റേണൈസ് കൾച്ചറിലോട്ട് മാറുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് എങ്ങനെയാണോ ക്യാൻസർ വരുന്നത് അതേപോലെയാണ് നമുക്കും ക്യാൻസർ ഉണ്ടാവും. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലി പറയാന്നുണ്ടെങ്കിൽ UK 1 in every 5 women, 5 ഒരു പെണ്ണ്
ക്യാൻസറിൻ്റെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടുണ്ടാവും എന്നാണ് 2025 ഡേറ്റ പറയുന്നത്. അപ്പോൾ നമ്മളും അങ്ങോട്ടാണ് പോകുന്നത്. വി ഓൾ അഡാപ്റ്റിംഗ് ദെയർ കൾച്ചർ. നമ്മൾ അവരുടെ കൾച്ചറും അവരുടെ ഫുഡും അവരുടെ ജീവിതശൈലി എടുക്കുമ്പോൾ നമ്മളെ റിസ്ക് ഫാക്ടർ അതുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു 30 കൊല്ലം മുമ്പൊന്നും ഇതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്തില്ല. ക്യാൻസർ എന്ന ആൾക്കാർക്ക് അറിയപ്പോലില്ല. ഡോക്ടർമാർ വളരെ കുറവായിരുന്നു, വളരെ കുറവ്. അതായത് 10-12 ഡോക്ടർ മുകളിൽ ഇല്ലായിരുന്നു ആ സമയത്ത്. ഇന്നിപ്പോൾ ഒരു കുടുംബത്തിൽ ക്യാൻസർ ഇല്ലാത്ത ഒരാൾ ഉണ്ടാവില്ല അല്ലേ? അല്ല, അവർക്ക് ഒരാളെങ്കിലും അറിയും. ക്യാൻസർ അനുഭവിക്കുന്ന ആരെങ്കിലും അവർ പേഴ്സണലായിട്ട് അറിയുന്നുണ്ടാവും അറ്റ്ലീസ്റ്റ്. അതുമാത്രമല്ല, എല്ലാ ഹോസ്പിറ്റലുകളും കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ക്യാൻസർ സെൻ്ററാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു എവിഡൻസ് ആണ്. എനിക്കൊന്ന് ഈ സ്റ്റേറ്റ് ബജറ്റിൽ തന്നെ ക്യാൻസർ അലോക്കേഷൻ്റെ റേറ്റ് വളരെയധികം കൂടിയിട്ടുണ്ട്. മരുന്നുകൾ, പുതിയ മരുന്നുകൾ, എല്ലാത്തിനും നമുക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ എക്സ്പെൻസും കൂടുന്നുണ്ട്, അതിൻ്റെ ഔട്ട്റീച്ചും കൂടുന്നുണ്ട്, അവയർനെസ്സും കൂടുന്നുണ്ട്, അസുഖങ്ങളും കൂടുന്നുണ്ട്. ബിക്കോസ് നമ്മളെല്ലാം ഇതൊക്കെ കൂട്ടുമ്പോഴും ഒരിക്കലും ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ള ചർച്ച പോസിറ്റീവ്ലി എവിടെയും വരുന്നില്ല. ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പോളിസി മേക്കേഴ്സിനിടയ്ക്കോ ഡോക്ടേഴ്സിനിടയ്ക്കോ പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ചർച്ച വരുന്നേ ഇല്ല. അതവർ ഏറ്റെടുത്ത് ക്യാൻസർ കൂടുന്നുണ്ട്, എനിക്ക് കൂടുന്നുണ്ട്, അപ്പോൾ കൂടുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് അങ്ങോട്ടുള്ള പോക്കല്ലാതെ പ്രിവെൻറ്റീവ് ഓൺകോളജിയിലോ അതിന് തടസ്സം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചർച്ച തന്നെ ചെയ്യുന്നില്ല. ഓക്കെ, ഏതാണ് ഡോക്ടറെ പ്രധാനപ്പെട്ട ക്യാൻസർ ടൈപ്പുകൾ? ഇപ്പോൾ ഒരുപാട് ടൈപ്പുകളുണ്ടല്ലോ, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത്? ലിറ്ററലി പറയാന്നുണ്ടെങ്കിൽ ജീവനുണ്ടെങ്കിൽ ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ഏത് അവയത്തും ക്യാൻസർ വരും, അതാണ് കണക്ക്. അപ്പോൾ അതുകൊണ്ടാണ് വയറ്റിലുള്ള കുട്ടിക്കും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, മരിക്കാൻ കിടക്കുന്ന ഒരു വല്യപ്പക്കും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അപ്പം സാധ്യത നമ്മൾ ക്യാൻസറിന് ലോകത്ത് തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോമൺ ആയി ബ്രസ്റ്റ് ക്യാൻസർ. പക്ഷേ നോർത്ത് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ നമ്മൾ 120 മുതൽ 125 കേസസ് ഡെയിലി നോക്കും. അതിൽ 60% ആൾക്കാർ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറാണ്. കാരണം അവർ ഇങ്ങനെ ഗുഡ്ക, തമ്പാക്കു, സിഗരറ്റ്, ബീഡി അത് കാരണമാണ്. പക്ഷേ എവിടെയെങ്കിലും സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് കുറച്ച് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ബ്രസ്റ്റ് ക്യാൻസറാണ് ഏറ്റവും കോമൺ. അത് കേരളത്തിലും ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസറാണ്. മലപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ 52% ക്യാൻസേഴ്സ് ബ്രസ്റ്റ് ക്യാൻസേഴ്സും സെർവിക്കൽ ക്യാൻസറുമാണ്, ലിറ്ററലി ഗൈനക്കോളജിക്കൽ. അപ്പോൾ ഓവറോൾ ഡേറ്റ 2022 ഗ്ലോബോക്കോൺ ഡേറ്റ, ഗ്ലോബോക്കോണാണ് നമ്മൾ ഈ ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ തരുന്നത്. അവരുടെ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങളിടയ്ക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ നമ്മളെ വായ, നാവ്, തൊണ്ട, ഈ ഭക്ഷണം കഴിക്കുന്ന ഭാഗമല്ല, ഈസോഫേഗസ്, സ്റ്റൊമക്ക്, പിന്നെ നമ്മളെ കുടൽ, കോളോറെക്ടൽ ക്യാൻസർ, ഇതാണ് ഏറ്റവും കോമൺ. പിന്നെ ലങ് ക്യാൻസർ. അപ്പോൾ ഈ ഏരിയയാണ് നമ്മൾ ചുരുക്കി നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന ഏരിയയും ശ്വാസം വലിക്കുന്ന ഏരിയയാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ. പക്ഷേ അതേ സമയത്ത് ഫീമെയിൽ ക്യാൻസർ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റിൽ വരുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്, രണ്ടാമത് വരുന്നത് സെർവൈക്കൽ ക്യാൻസറാണ്. അതായത് നമ്മളെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ടല്ലോ, അതായത് വജൈനയുടെ ജസ്റ്റ് മുകളിൽ വരുന്ന ഏരിയയാണ് സെർവിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് സെർവൈക്കൽ ക്യാൻസറാണ്. നോട്ട് ജസ്റ്റ് സെർവൈക്കൽ ക്യാൻസർ, അത് വരുന്നത് ഒരു ഇൻഫെക്ഷൻ കാരണമാണ് വരുന്നത്, അതാണ് ഇതിൽ പോയിന്റ്. മൂന്നാമത് പിന്നെ ഓവേറിയൻ ക്യാൻസറാണ്. ആദ്യത്തെ 3 ക്യാൻസറും റീപ്രൊഡക്റ്റീവ്സ്, അതായത് അവരുടെ റീപ്രൊഡക്ഷന് ബന്ധപ്പെട്ട കാരണം, അതായത് ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ. നാലാമത് വരുന്നത് ലിപ് ക്യാൻസറാണ്, ഓറൽ ക്യാൻസർ. അഞ്ചാമത് വരുന്നത് കോളോറെക്ടൽ ക്യാൻസർ, ഭക്ഷണ ബന്ധപ്പെട്ട് വരുന്ന ക്യാൻസേഴ്സാണ്. അപ്പോൾ ഇതാണ് ജനറലി കോമൺ ആയി വരുന്ന ക്യാൻസേഴ്സ്. ഡോക്ടർ, പലപ്പോഴും ക്യാൻസർ നമുക്ക് വന്നൊന്ന് തിരിച്ചറിയാൻ വളരെ ലേറ്റ് ആവും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളോ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംറ്റംസൊക്കെ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൽ ഇരുന്ന് നമ്മളെ സെല്ല് തന്നെ ചേഞ്ചായിട്ട്, അതിന് എക്സ്പ്രഷൻ ചേഞ്ച് ആയിട്ട്, ജീൻ എക്സ്പ്രഷൻ ചേഞ്ചായിട്ട് അത് ക്യാൻസറസ് സെല്ലായിട്ട് മാറി വരികയാണ്. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ശരീരം തന്നെ കേടായി പോവുകയാണ്. ഈ പഴത്തിലൊക്കെ പഴം കേടാവുന്ന പോലെ നമ്മളെ ശരീരം തന്നെ ഒരു ഭാഗത്ത് കേടായി പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ സിംറ്റംസ്, പ്രത്യേക സിംറ്റംസ് ഒന്നും ഇതിനില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മൾ സാധാ പനി വരുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ പനി വരിക. രാത്രി വേർത്ത് വലിക്കുന്നുണ്ടാവും, ചില സമയത്ത് കുറച്ച് വെയിറ്റ് കുറയും. ഇപ്പോഴത്തെ വെയിറ്റ് കുറയ്ക്കുന്നത് ട്രെൻഡായതുകൊണ്ട് ചിലപ്പോൾ വെയിറ്റ് കുറയും നമ്മൾ അറിയലുണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ മുഴ ഉണ്ടാവും, ചെറിയ മുഴകളുണ്ടാവും. പിന്നെ സ്കിന്നിൽ ചേഞ്ചസ് ഉണ്ടാവും പൊതുവേ. അത് ഫോർ എക്സാമ്പിൾ പലപ്പോഴും നമ്മളെ ഉമ്മമാർ, വല്യമ്മമാർക്കൊക്കെ ബ്രസ്റ്റിൽ സ്കിൻ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അവർ പറയ പോലില്ല, അവർ പുറത്ത് പറയൂല. കാരണം അതൊരു അവർക്ക് അറിയാത്തത് കൊണ്ടും പിന്നെ ആ ഒരു സോഷ്യൽ സ്റ്റേറ്റസ്, കൾച്ചറൽ നോംസ് ഉള്ളത് കൊണ്ടും അത് പറയാൻ മടിക്കും. പിന്നെ വരുന്നത് ബ്ലീഡിങ്, വളരെ കോമൺ ആയിട്ട് ബ്ലീഡിങ്. ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, ഈ യൂട്രസിൻ്റെ ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെയുള്ള സിംറ്റംസ് ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യില്ല, അപ്പോൾ അതുകൊണ്ട് ഡിലേ ആയിപ്പോവും. പിന്നെ വരുന്നത് ചുമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചുമ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അങ്ങനെ ചുമ ഉണ്ടാവുക.
അപ്പം ഇങ്ങനത്തെ സിംറ്റംസ്, ഇപ്പോൾ ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇതൊക്കെ ഇങ്ങനത്തെ സെർവൈക്കൽ ക്യാൻസറൊക്കെ ഇങ്ങനത്തെ വളരെ നോൺ സ്പെസിഫിക് സിംറ്റംസ്. അതുകൊണ്ടാണ് പലപ്പോഴും ഡിലേ ആവുന്നത് ഡയഗ്നോസ്. അത് സിഗ്നിഫിക്കൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 58% കൂടുതലുള്ള ഇന്ത്യൻ ക്യാൻസർ പേഷ്യൻസ് സ്റ്റേജ് 3, സ്റ്റേജ് 3, സ്റ്റേജ് 4 അവർ ഡോക്ടറിനോട് ഓൺകോളജിസ്റ്റിൻ്റെ ഭാഗത്ത് എത്തുന്നത്. അത്രയും ഡിലേ ആയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ക്യാൻസർ കാരണം മരിക്കുന്ന ആൾക്കാർ കൂടുതലാണ്. ഏർലി സ്റ്റേജിൽ ഡയഗ്നോസിസ് നടക്കുന്നില്ല. അതേസമയത്ത് ബ്രസ്റ്റ് ക്യാൻസറാണ് ഏറ്റവും കോമൺ എന്ന് പറഞ്ഞല്ലോ. പുറമെ രാജ്യങ്ങൾ, യൂറോപ്പ് ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അവിടെ ആയിക്കോട്ടെ, ജപ്പാൻ, കൊറിയ അവിടെ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ മോർട്ടാലിറ്റി, അതായത് ബ്രസ്റ്റ് ക്യാൻസർ കാരണം വരുന്ന മരണം 20% താഴെയാണ്. നമ്മളെ നാട്ടിൽ അത് 60% അത്രയാണ്. കാരണം ആ ഡയഗ്നോസ് ഡിലേ വരുന്നതാണ്. അപ്പോൾ അതിൽ പല ഭാഗത്ത് പ്രശ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പൊതുവേ നമ്മൾ MBBS പഠിക്കുമ്പോൾ ഒന്നും നമ്മളിതൊന്നും ഇത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, സത്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പോലും അത് ഓക്കെ ഇറ്റ്സ് എ റെയർ ഡിസീസായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. അത് തന്നെ ഇപ്പോഴും ട്രെൻഡ് അങ്ങനെ തന്നെ. 2000 മുതൽ 2010 വരെ ഇപ്പോഴും അങ്ങനെ തന്നെ, മൈൻഡിൽ അങ്ങനെ തന്നെ. MBBS സ്റ്റുഡൻസിനൊന്നും ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ എപ്പോഴും പോകില്ല. ഇപ്പോൾ ട്രെൻഡ് മാറി വരുന്നുണ്ട്. ഇറ്റ്സ് ബിക്കമിങ് സിലബസ്, പോസ്റ്റിങ്ങും അങ്ങനെ മാറി വരുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇപ്പം ഒരു ജനറൽ മെഡിസിൻ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലാസ്റ്റ് ഡയഗ്നോസിസ് ആയിരിക്കും ഉണ്ടാവുക. സർജൻ ആയാലും അത് ലാസ്റ്റ് ഡയഗ്നോസിസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിലെന്താ വെച്ചാൽ ബൈ ഡിഫോൾട്ട് ഇപ്പം ഡൽഹി എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ പൊതുവേ ഒരാൾക്ക് ചെറിയ അൾസർ വന്നു കഴിഞ്ഞാൽ അവരെന്താ പറയുക, അൾസറിൻ്റെ മരുന്ന് 2 ആഴ്ച എടുത്തോളൂ എന്ന് പറയും. ഇത് ക്യാൻസർ സെല്ല് ഒരിക്കൽ ഡിവൈഡായി, അതായത് 1, 2, 2, 4 അങ്ങനെയാണല്ലോ. ഡിവൈഡായി തുടങ്ങിക്കഴിഞ്ഞാൽ ലിറ്ററലി നമ്മൾ പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ആദ്യത്തെ ആണും പെണ്ണും ബന്ധപ്പെട്ടാൽ ഒരു സെല്ല് വരുന്നുണ്ട്, അത് ഡിവൈഡായി ഒരു കുട്ടിയായി വരുന്നുണ്ട്. 9 മാസം കൊണ്ട് ഒരു കുട്ടി ജനിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ക്യാൻസർ സെല്ല് ഡിവൈഡായി കഴിഞ്ഞാൽ ഒരു മാസം ആകുമ്പോഴത്തേനും വലിയൊരു ലംബായിട്ടുണ്ടാവും, ക്യാൻസർ സെല്ലായിട്ടുണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഡിലേ വരുമ്പോൾ ഡിസീസ് പ്രോഗ്രസ് ആവും. അപ്പോൾ സ്റ്റേജ് 1, സ്റ്റേജ് 4 എത്താൻ വലിയ സമയമൊന്നും വേണ്ട. പലപ്പോഴും പല പേഷ്യൻസും സ്റ്റേജ് 4 അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ ക്യാൻസറിൽ പെട്ടെന്ന് പോകുന്നത് ഇവിടുത്തെ ഒരു കൈയിൻ്റെ ഇടയ്ക്കായിരിക്കും. അപ്പോൾ കയ്യിൽ മുഴ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും, അതായിരിക്കും ആദ്യം പോകുന്നത്. ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറയും ഇവിടെ. പക്ഷേ ഇവിടെ നിന്ന് ശരീരത്തിന് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പലപ്പോഴും എല്ലായിരിക്കും പോവുക. ചിലപ്പോൾ ബ്രെയിനിൽ പോകും, ചിലപ്പോൾ വേറെ ഓർഗനിൽ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ സ്റ്റേജ് 4 ആയി. എവിടെയാണോ ക്യാൻസർ വന്നത് അതിൻ്റെ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ ക്യാൻസർ സ്റ്റേജ് 4 ആയി. അപ്പം അത് നമ്മൾ ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് അറിയണം, പഠിക്കണം. ദേ ഹാവ് ടു ബി വിജിലൻറ്റ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വെച്ചാൽ TB ആണ് എല്ലായിടത്തും. എൻ്റെ കേസ് പറഞ്ഞുതരാം. കഴിഞ്ഞ മാസം തന്നെ നമ്മൾ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു കൺസൾട്ടേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ്, ആ പേഷ്യൻ്റ് ജൂണിൽ വയറുവേദന എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ്. അപ്പം അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി. അപ്പോൾ അയാൾ സ്റ്റൂൾ പാസ് ചെയ്യുന്നില്ല, അതായത് ലാട്രിൻ പോകുന്നില്ല. പിന്നെ CT എടുത്ത് നോക്കിയപ്പോൾ വലിയ ലംപുണ്ട്. അപ്പം അവർ ഗ്രോസ് ഒബ്സ്ട്രക്ഷൻ സർജറി ഓപ്പൺ ചെയ്തപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ തുന്നി. അപ്പോൾ അവർ വിചാരിച്ച TB ആണെന്ന് പറഞ്ഞിട്ട് ATT ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞ് TBൻ്റെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് റെസ്പോൺസ് ഒന്നുമില്ല. സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ലിറ്ററലി പറയുന്നുണ്ടെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസം ആൻറ്റിബയോട്ടിക് പോയി. ഒരു റെസ്പോൺസ് വരാന്നപ്പോൾ വീണ്ടും തുറന്ന് ബയോപ്സി എടുത്ത് അതിൽ ആക്ച്വലി ക്യാൻസറാണ്. അപ്പോൾ മൂപ്പർക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല. ഇവിടുന്ന് ട്യൂബ് ഇടുന്നുണ്ട്, അത് ഇതൊക്കെ സെക്രീഷൻസ് അതൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഒരു ജോണ്ടിസ്ഡ് ആണ് ഫുള്ളി. അപ്പം ആ പേഷ്യൻറ്റിനെ ഡയഗ്നോസിസ് ചെയ്യാൻ തന്നെ 4 മാസം കഴിഞ്ഞു. ഫ്രോസൺ അബ്ഡോമനാണ്, ഒന്നുമില്ല, ഇങ്ങനെ കല്ല് പോലെ ഉണ്ടാവാം. പിന്നെയാണ് നമുക്ക് കൺസൾട്ടേഷൻ തരുന്നത്, അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഇതാണ് മിസ്സാക്കിയപ്പം TB എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും. ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് വരുമ്പോഴും ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് അതൊക്കെ തന്നെയാണ് 100% നമ്മൾ ഡീറ്റെയിൽ ചർച്ച ചെയ്യും. അതായത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാരണങ്ങൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇത് കോൺട്രവേഴ്ഷ്യലാണ്. കാരണം ആൾക്കാർ സമ്മതിച്ച് തരൂല, അല്ലെങ്കിൽ ചില ആൾക്കാർ ഈഗോ ഹേർട്ടാവും. ഞാൻ പറയാൻ പോകുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനും ലിസ്റ്റ് ചെയ്യാം നമുക്ക്. ബ്രസ്റ്റ് ക്യാൻസറിൽ പൊതുവെ ഹോർമോൺ സ്റ്റേറ്റസ് കൂടിക്കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ ഏതെങ്കിലും കാരണമുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന്, പ്രായപൂർത്തി നേരത്താവുക. യു ഹാവ് ടു തിങ്ക്, പ്രായപൂർത്തി നേരത്താവുക. രണ്ടാമത്, പ്രഗ്നൻസി ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുണ്ടാവുക. മൂന്നാമത്, ആദ്യത്തെ പ്രഗ്നൻസി 30 വയസ്സിന് ശേഷമാവുക. നാലാമത്, മുലപ്പാൽ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കുറഞ്ഞ സമയത്ത് മാത്രം മുലപ്പാൽ കൊടുക്കുക. അഞ്ചാമത്, പീരിയഡ് നിൽക്കുന്നത്, മെനാർക്ക് എന്ന് പറയും, അത് ലേറ്റായി പോവാം.
ഏഴാമത് തടി കൂടുക, തടി കൂടുതലുണ്ടാവാം. തടി എന്തുകൊണ്ട് കൂടുന്നുള്ള മാറ്റർ ഓഫ് ഡിസ്കഷനാണ്. എട്ടാമത് ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ല് എടുക്കുക. ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ല് ഇറ്റ്സ് വെരി കോമൺ. ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ല് എടുക്കുക. ഒമ്പതാമത്തത് വെള്ളം അടിക്കുക, കള്ളു കുടിക്കുക. പത്താമത്തത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഫിസിക്കൽ ഇന്നാക്ടിവിറ്റി ഇല്ലാതിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ചുരുക്കാൻ പറ്റും, 10 കാരണങ്ങളായിട്ട് പറയാൻ പറ്റും. ഇനി മെയിൻ കാര്യങ്ങളിലോട്ട് കിടക്കാം. ഇത് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് വ്യക്തതയില്ല. എന്താണ് ലൈഫ് സ്റ്റൈൽ എന്ന് നമ്മളൊരു വ്യക്തതയില്ല. അപ്പം ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളെ നിത്യജീവിതമാണ്. നമ്മൾ നേരെ ബാക്കിലുള്ള കൾച്ചറിൽ പോകും. ഒരു സാധാരണ നമ്മളെ വീട്ടിൽ അമ്മമാരായിക്കോട്ടെ, അച്ഛന്മാരായിക്കോട്ടെ, വല്യപ്പന്മാരായിക്കോട്ടെ, അവർ രാവിലെ എണീക്കും. അത് രാവിലെ ഹിന്ദുക്കളാണെന്നെങ്കിൽ രാവിലെ എണീറ്റ് കുളിക്കും, കുളത്തിൽ, അതായത് അമ്പലത്തിൻ്റെ കുളത്തിൽ കുളിക്കും. എന്നിട്ട് പൂജ ഉണ്ടാവും. അമ്മമാരാണെങ്കിൽ കുളിച്ചിട്ട് വീടൊക്കെ വൃത്തിയാക്കി കോലമിടും. അതിരാവിലെ നമ്മൾ പണ്ടൊക്കെ ഭജന കേൾക്കും, ഭയങ്കര രസമാണ്. അമ്പലത്തിലെ സൗണ്ടൊക്കെ രാവിലെ കേൾക്കാൻ 6 മണിക്ക് 5:30 കേൾക്കാൻ. എന്നിട്ടാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് വൃത്തിക്ക് ഉണ്ടാകും. ആ ഇഡ്ഡലിൻ്റെ ഒക്കെ പുക വരുമ്പോൾ തന്നെ അതിൻ്റെ മണം, സാമ്പാർ, അത് നമ്മൾ നല്ലോണം ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും നമ്മൾ ടിഫിൻ എടുത്തിട്ട് സ്കൂളിൽ പോകുന്നത്. മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും നമ്മൾ പള്ളിയിൽ രാവിലെ, ഇപ്പം മുസ്ലിംസ് ആണെങ്കിൽ ഫജറിനെ എണീക്കും. വല്യപ്പന്മാരൊക്കെ അലാറം ഇല്ലാതെ എണീക്കും. ഫജറിനെ എണീക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഫജർ നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, പിന്നെ കൂടിപ്പോയി ഒരു കട്ടൻ ചായ, പാൽ ചായ കുടിക്കും. അതിനുശേഷം ഒരു 8-9 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ സമയത്ത് ഉറങ്ങുന്നില്ല. പണ്ടൊക്കെ പത്രം വായിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ അത് വെയിറ്റ് ചെയ്തിരിക്കും. ഒരു 7 മണിക്ക് പത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ ചായയും പത്രവും വെച്ചിട്ട് വായിച്ചിട്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പിന്നെ ഒരു 8-8:30 ആകുമ്പോൾ ഒരു ദൂരദർശൻ്റെ ന്യൂസ് ഉണ്ടാവും. അതും കേട്ടിട്ടായിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ സ്കൂളിലും മദ്രസയിലൊക്കെ പോകുന്നത്. അതായിരുന്നു നമ്മളെ നോർമ്. പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ ലിറ്ററലി ഒരു 7:30 ആകുമ്പോൾ എല്ലാ പരിപാടിയും തീർന്നു. ഇഷ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഉറങ്ങാണ്. ഇപ്പോഴും എൻ്റെ വീട്ടിൽ പോയാലും 9:30-ക്ക് ശേഷം കണ്ണ് തുറന്ന് നിന്നാൽ വഴക്കിട്ടു, ഉറങ്ങിക്കോന്നാ പറയാം. ഒരിക്കലും രാത്രി ഇരുന്ന് പഠിക്കാനാണ് പറയില്ല. പക്ഷെ എല്ലാവരും നമ്മളോട് പറയുന്നൊരു സാധനം, മോനെ നീ രാത്രി പഠിക്കണേ, രാവിലെ എണീറ്റ് പഠിക്കുക, ഏറ്റവും ബെറ്റർ, മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിൻ്റെയൊക്കെ കാരണങ്ങളുണ്ട്. നമ്മളെ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ അവസ്ഥ, നമ്മളിപ്പം ഉറക്കമാണോ, മുഴിച്ചിരിക്കുകയാണോ, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചമുണ്ടോ ഇല്ലേ, സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള സാധനങ്ങൾക്ക് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ അത് മാത്രമല്ല, നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമ്മളെ ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ബ്ലഡിലെ ഷുഗർ കൂട്ടുന്ന കുറേ ഹോർമോൺസ് ഉണ്ട്, സ്ട്രെസ് ഹോർമോൺസ് പറയും. അതും നമ്മളെ ജീവനെ നിലനിർത്താൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ അതിരാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് കോർട്ടിസോളും തൈറോയ്ഡ് ഹോർമോണും ടെസ്റ്റോസ്റ്റെറോണും. അത് കൂടുമ്പോഴാണ് നമ്മളെ ബ്ലഡിൽ അത്യാവശ്യം ഷുഗർ വരുന്നത്. നമ്മൾ രാത്രി ഫുള്ള് ഭക്ഷണം കഴിക്കാതെ ബോധം കെട്ട് വീഴുന്നില്ലല്ലോ, നല്ല പണിയെടുത്ത് 8 മണിക്കാണ് കഴിക്കുന്നത്. അപ്പോൾ അത്രയും സമയം നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നത് നമ്മളെ ക്ലാരിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ആ സമയമായത് ഈ ഹോർമോൺസ് കാരണമാണ്. ഈ ഹോർമോൺസ് എപ്പോഴെങ്കിലും നമ്മളെ ശരീരത്തിൽ സ്ട്രെസ് ആയി കഴിഞ്ഞാൽ ഇത് ഹോർമോൺസ് കൂടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രളയം ഉണ്ടായിരുന്നല്ലോ. പ്രളയം ഉണ്ടായപ്പോൾ പൊതുവെ സ്ട്രെസ് സ്റ്റേറ്റാണ്, എല്ലാവരും ഒരു ടെൻഷനിലാണ്. അപ്പം എല്ലാവരുടെ ശരീരത്തിൽ ഈ ഹോർമോൺസ്, സ്ട്രെസ് ഹോർമോൺസ് കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. എക്സാം സമയത്ത് പൊതുവെ കൂടിയിട്ടുണ്ടാവും. വീട്ടിൽ മരണം സംഭവിച്ചാൽ, ട്രാജഡി ഉണ്ടായാൽ, യുദ്ധസമയത്ത് ഗസയിലൊക്കെ ഇതൊക്കെ പൊതുവെ കൂടിയിട്ടുണ്ടാവും. എന്തെങ്കിലും സ്ട്രെസ്സായിട്ട് എൻവയോൺമെൻറ്റ് വന്നു കഴിഞ്ഞാൽ പൊതുവെ ഈ കൂടും കാരണം എന്ന് വെച്ചാൽ നമ്മളെ ശരീരം ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്യില്ല, നമ്മൾ കുറേ പണിയെടുക്കും. ഇപ്പോൾ ചില ആൾക്കാർ ഫോർ എക്സാമ്പിൾ മരുഭൂമിയിൽ പെട്ട് കഴിഞ്ഞാൽ അവർ അടുത്ത വെള്ളം കിട്ടുന്ന ഒരു യാത്രയാണ്. ആ സമയം വരെ ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ഹോർമോൺസ് നിർബന്ധമാണ്, കോർട്ടിസോൾ, തൈറോയ്ഡ് ഹോർമോൺ, ടെസ്റ്റോസ്റ്റെറോൺ ഒക്കെ. അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺസ് എന്നാ പറയാം. അപ്പം ഫീമെയിലിന്, പെൺകുട്ടിയൊക്കെ പീരിയഡ് വരുന്നത് ലിറ്ററലി പ്രഗ്നൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സ്ട്രെസ് ആയി കഴിഞ്ഞാൽ ആ സമയം എന്ന് പറയുന്നത് നല്ല സമയമല്ല പ്രഗ്നൻസി. അപ്പോൾ എന്താക്കും, നമ്മളെ ശരീരം തന്നെ ഡിലേ ചെയ്യും, ഈ പീരിയഡിനെ ഡിലേ ചെയ്യാൻ ആവശ്യമുള്ള ഹോർമോൺസ് ഈ ഹോർമോൺസാണ്, ടെസ്റ്റോസ്റ്റെറോൺ, കോർട്ടിസോൾ. അപ്പോൾ ആരെങ്കിലും ശരീരത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കോർട്ടിസോൾ, തൈറോയ്ഡ് ഹോർമോണൊക്കെ കൂടിയിരുന്നാൽ അവരെ പീരിയഡ് തെറ്റും. ഒന്നത്. രണ്ടാമത്, രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഈ വെളിച്ചം കണ്ണിൽ പോകുന്നില്ല. കണ്ണിൽ കൂടെ പോകാത്തത് കൊണ്ട് നമ്മളെ ബ്രെയിനിൽ പൈനിയൽ ഗ്ലാൻഡിൽ നിന്ന് ഒരു മെലറ്റോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ പുറത്ത് വരുന്നു. അത് പുറത്ത് വരുമ്പോൾ ഈ കോർട്ടിസോളും തൈറോയ്ഡ് ഹോർമോണും ടെസ്റ്റോസ്റ്റെറോണൊക്കെ ഏറ്റവും കുറവായിരിക്കും ശരീരത്തിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഉറക്കം വരും. പിന്നെ രാവിലെ ഒരു 4 മണി 4:30 ആകുമ്പോഴാണ് ഈ ഹോർമോൺസ് ഒക്കെ കൂടുന്നത്. അപ്പം വീണ്ടും എണീക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാർ രാത്രി ഈ സമയത്ത്
ഈ 4:30, 5, 6 മണി സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ അവർക്ക് ശരീരം ഭയങ്കര സോർനെസ് ഉണ്ടാവും. ജിമ്മിലൊക്കെ പോയതുപോലെ സോർനെസ് ഉണ്ടാവും. ഉറക്കം ശരിയില്ല എന്നൊക്കെ പറയുന്നത്. കാരണം ഈ ഹോർമോൺസ് കൂടിയിരിക്കുമ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ ആ സമയം പിന്നെ വേസ്റ്റായി. പിന്നെ നമുക്ക് കൂടുതൽ ഉറങ്ങിയാൽ പോലും അത് തിരിച്ചു കിട്ടില്ല, ആ ഒരു എഫക്റ്റ് തിരിച്ചു കിട്ടില്ല. അപ്പം ഈ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ സ്ട്രെസ് എൻവിറോൺമെൻറ്റ് നമുക്ക് ആർട്ടിഫിഷ്യലി ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഒരാൾ രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെലറ്റോണിൻ വരില്ല. ഈ ഹോർമോൺസ് കോർട്ടിസോളും തൈറോയ്ഡ് ഹോർമോണും ശരീരത്തിൽ കൂടുമ്പോൾ എന്താവും, നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവലും കൂടും. ആ സ്ട്രെസ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളെ പീരിയഡും തെറ്റും. പീരിയഡ് തെറ്റുന്നുണ്ട്, സ്ട്രെസ്സ്, ഷുഗർ കൂടുന്നുണ്ട്, അതിൻ്റെ ഒപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓവറോൾ വെയിറ്റ് കൂടുകയും ചെയ്യാം, ഉറക്കം തെറ്റുന്നുണ്ട്. ഇതൊക്കെ ആണ് നമ്മളെ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയത്. ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് ഇരിക്കുക, കിടക്കുക, നിൽക്കുക, നടക്കുക, അതിനപ്പുറം വേറെ പണിയെടുക്കില്ല. ഇതാണ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. പിന്നെ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ പൊതുവേ ഈ സ്ട്രെസ് ഹോർമോൺസിനെ കൂട്ടും. അപ്പം ഈ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് മൈൻഡ് ചെയ്യില്ല ആൾക്കാർ. ഈ PCOD ഒക്കെ വരാനുള്ള കാരണങ്ങളൊക്കെ നമ്മളെ നിത്യജീവിതത്തിൽ വരുന്ന തെറ്റ് കാരണങ്ങളാണ്. അതായത് ഉറക്കം സമയത്തിന് ഇല്ലാതിരിക്കുക, രാവിലെ എണീക്കാതിരിക്കുക, ഈ ഹോർമോൺസ് കൂടുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ അല്ല. അത് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഗവൺമെൻറ് സൈഡിൽ നിന്ന് തന്നെ ഒരു നൈറ്റ് ലൈഫൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ടതല്ലേ? പ്യൂർലി അതൊക്കെ മാർക്കറ്റ് ബേസ്ഡ് ആണ്. അവർ R&D ചെയ്തിട്ട് ഇവിടെ നിന്ന് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അല്ലാതെ they don't think about your PCOD, they don't think about breast cancer. No, they don't have any social responsibility. ലിറ്ററലി മാർക്കറ്റ് ഡ്രിവൻ ആണ്, ഫൈനാൻസ്, എക്കോണമി ഡ്രിവൻ ആണ്. പക്ഷേ ഈ നൈറ്റ് ലൈഫൊക്കെ വരുന്നത് നമ്മൾ ഒരിക്കലും നമ്മളെ ചരിത്രത്തിലില്ലാത്ത സാധനങ്ങളാണ്. സത്യം പറയാം, ഇപ്പോഴും പല സ്ഥലം, വയനാടൊക്കെ പോയാൽ എന്ത് നൈറ്റ് ലൈഫാണ്. വയനാട്ടിലൊക്കെ പോയാൽ 8 മണിയായി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, വീട്ടിലുണ്ടാവുക എന്നുള്ളതാണ്. വീട്ടിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ ഇതിനൊക്കെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. എല്ലാ കർമ്മ ഉണ്ടല്ലോ, അത് തിരിച്ചു വരും, ഏതെങ്കിലും ഒരു രീതിയിൽ തിരിച്ചു വരും. ഒന്നെങ്കിൽ സെൽഫ് ഹാം ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ ഹാം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ കുട്ടികൾ എന്താക്കും, ലേസ് കഴിക്കും, ഫാസ്റ്റ് ഫുഡ് ചെയ്യും, എല്ലാം കഴിക്കും. അതെങ്ങനെയാണ് വർക്കാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇപ്പം പാലക്കാട് മട്ട അരിയൊക്കെയില്ല, നമ്മൾ മട്ട നാടൻ അരി, അതിലൊക്കെ നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ടാവും. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ശരീരത്തിൽ ഒബ്സർവ് ചെയ്ത് ഗ്ലൂക്കോസായിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് സമയമെടുക്കും, കുറേ സമയം, അതായത് 1/2 മണിക്കൂർ 40 മിനിറ്റൊക്കെ എടുക്കും ചില സമയത്ത്. പക്ഷേ നമ്മളിപ്പോൾ പോളിഷ്ഡ് റൈസൊക്കെ കഴിക്കുകയാണ്, ചോക്ലേറ്റ് കഴിക്കുകയാണ്, അടിച്ച് ജ്യൂസ് കുടിക്കുകയാണ്, ലേസ് കഴിക്കുകയാണ്, ഇതൊക്കെ പ്രോസസ്ഡ് ആണല്ലോ. അത് കഴിക്കുമ്പോൾ ഈ ഷുഗർ കണ്ടൻറ്റ് തന്നെ 2-3 മിനിറ്റിനകത്ത് ശരീരത്തിന് കയറാണ്. അപ്പം ഈ ഷുഗർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്, കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഷുഗറാണ്. അപ്പം നമ്മളാൾക്കാർ ചായയിൽ പഞ്ചസാര ഇട്ട പ്രശ്നമാണ്, പക്ഷെ ചോറും മന്തിയൊക്കെ അടിച്ച് കയറ്റാം. അപ്പോൾ ലിറ്ററലി എല്ലാം ഷുഗർ, കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മളെ ശരീരം, നമ്മളെ ലിവർ എന്താക്കുന്നത് വെച്ചാൽ ലിറ്ററലി ഈ എക്സ്ട്രാ ഷുഗറിനെ ഫാറ്റായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ബാക്കി വരുന്ന എക്സ്ട്രാ ഷുഗറിനെ കൊളസ്ട്രോളായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം അത് ഇറച്ചി തിന്നുന്നത് കൊണ്ടോ ഫാറ്റ് തിന്നുന്നത് കൊണ്ടോ അല്ല നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് ഉണ്ടാകുന്നത്. ലിറ്ററലി അരി ഭക്ഷണം, കാർബോഹൈഡ്രേറ്റ്, നിങ്ങളെ ഉരുളക്കിഴങ്ങ് ആയിക്കോട്ടെ, നിങ്ങളെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് അമിതമായ ഭക്ഷണമാണ് എല്ലാം ഫാറ്റായിട്ട് കൺവേർട്ട് ആവുന്നത്. അപ്പം അതിൽ പറയാനുള്ളത്, ഒന്ന് വെയിറ്റ് കൂടുന്നുണ്ട്, രണ്ടാമത് നമ്മളെ ലിവറിലും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ ഫാറ്റ് ആയിട്ടാണ് നമ്മൾ ഗ്രേഡ് ഫാറ്റി ലിവർ വരുന്നത്. ഈ എക്സസീവ് കൺസംഷൻ, അതായത് കള്ള് കുടിക്കുന്ന ആൾക്കാർക്കും ഫാറ്റി ലിവർ ഉണ്ടാവുക. ഇപ്പം കള്ള് കുടിക്കാത്ത ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് എക്സസീവ് ഭക്ഷണം കാരണമാണ്. ഞാൻ പക്ക പറയാണ്, നിങ്ങൾ ഈ മലപ്പുറം ഭാഗത്ത് റാൻഡംലി ക്രോസ് സെക്ഷനിൽ ഒരു 100 ആൾക്കാരെ എടുത്തിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യാം, ഒരു 45 വയസ്സുള്ള ആൾക്കാരെ റാൻഡംലി നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 90% ആൾക്കാർക്കും ഗ്രേഡ് 1 ഫാറ്റി ലിവർ കിട്ടും. ലിറ്ററൽ ഇൻഡിക്കേഷനാണ്, അത്രയും എക്സസീവ് കാലറി കൺസംഷൻ ചെയ്യുകയാണ്. അപ്പം ഫുഡ് അപ്പം ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഇതിൽ വരാം. ഒന്ന് നേരത്തെ പ്രായപൂർത്തിയാവാം. അപ്പോൾ ഒരു കുട്ടി ജനിച്ചത് മുതൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, ലാക്ടോജൻ കൊടുക്കുന്നുണ്ട്, മുലപ്പാൽ കൊടുക്കുന്നില്ല. ലിറ്ററലി ലാക്ടോജൻ ഒക്കെ വെച്ചാൽ ഫോർട്ടിഫൈഡ് ആണ്, നമ്മൾ എക്സ്ട്രാ എക്സോജിനസ് സാധനങ്ങളാണ് അതിൽ കൊടുക്കുന്നത്. അത് കൺസ്യൂം ചെയ്യുമ്പോൾ തന്നെ എക്സസീവ് കാലറീസും പോകുന്നുണ്ട്, അതുപോലെ തന്നെ എക്സസീവ് ഗ്രോത്ത് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ സെക്രീറ്റ് ആവും. രണ്ടാമത് അത് കഴിഞ്ഞ് ഒരു 2-3 വയസ്സാകുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത്, ഹോർലിക്സ്, മൈലോ, പാക്കറ്റഡ് ഫുഡ് നമ്മൾ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കുമ്പോഴും നമ്മളെ എക്സസീവ് ഗ്രോത്തിൻ്റെ ഒരു സാധനം വരികയാണ്. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഓക്സിറ്റോസിൻ്റെ ശരീരത്തിൽ കൂടുകയാണ്. മൂന്നാമത് നമ്മൾ ഈ പാക്കറ്റഡ് ഫുഡ്, ഈ പ്ലാസ്റ്റിക്, അതായത് നമ്മൾ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ, അതിൽ ചൂടുവെള്ളം ഒഴിച്ച്
കൊടുത്താൽ തന്നെ ആ പ്ലാസ്റ്റിക്കിലൊക്കെ ബൈഫിനോൾസ് ഉണ്ട്, അത് ഈ ഭക്ഷണത്തിലൂടെ കൂടുക ചെയ്യാം. ഇത് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ്റെ ലെവൽ കൂടുക. പിന്നെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ്, നമ്മൾ ഷുഗർ എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കൊക്കോകോള, ഒരു ബോട്ടിൽ കൊക്കോകോള കുടിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചതിൻ്റെ ഷുഗറാണ് ശരീരത്തിൽ കയറുന്നത്. കൊക്കോകോള ആയിക്കോട്ടെ, ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, ഈ ഷുഗറി ഡിഷസ് ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ഈ എല്ലാ സാധനവും, അത് ലേസ് ആയിക്കോട്ടെ, ബിസ്ക്കറ്റ്സ് ആയിക്കോട്ടെ, എല്ലാ ഫുഡും കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഷുഗർ കണ്ടൻസ് ഏറ്റവും ഗ്ലൈസിമിക് ഇൻഡെക്സ്, അതായത് നമ്മൾ കുട്ടിക്ക് ചോക്ലേറ്റ് വാരി കൊടുക്കുന്നത്, അവരെ ഷുഗർ കണ്ടൻറ്റ് ശരീരത്തിൽ കൂടുകയാണ്. ഇതൊക്കെ ഗ്രോത്ത് ഗൊണോട്രോപിക് GnRH എന്ന് പറയും, ഗൊണോട്രോപിക് റിലീസിങ് ഹോർമോൺസും ഗ്രോത്ത് ഹോർമോൺസിനെയും ഓക്സിറ്റോസിനെയും ശരീരത്തിൽ കൂട്ടുമ്പോൾ പെട്ടെന്ന് പ്രായപൂർത്തി വരും. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെയാണ്? കരഞ്ഞാൽ ഫോൺ വേണം, ഭക്ഷണം കഴിക്കാൻ ഫോൺ വേണം, ഉറക്കാൻ ഫോൺ വേണം. അപ്പോൾ എക്സസീവ് സ്ക്രീനിൽ നോക്കുമ്പോൾ ഈ ബ്ലൂ ലൈറ്റ് കണ്ണിലോട്ട് പോകുന്നുണ്ട്. കണ്ണിലോട്ട് പോകുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ കോർട്ടിസോളും തൈറോയ്ഡ് ഹോർമോണൊക്കെ എക്സസ് ആയി പോകും. നമ്മൾ ഇതുവരെ ലോകത്തില്ലാത്ത സ്ട്രെസ്സാണ് നമ്മൾ ആൾക്കാർക്കുള്ളത്. അതായത് ഫോണിൽ ഒരു ക്ലിപ്പ് കണ്ടാൽ ഹൈപ്പറായി പോവാം, സ്ട്രെസ്സിൽ പോവാം. എവിടെയോ നടക്കുന്ന മോർഫഡ് ചെയ്ത വീഡിയോ കണ്ടിട്ട് ഇവിടെ കരഞ്ഞു കുത്തിരിക്കുക, എന്തൊക്കെയോ സംഭവിക്കുന്നത്, എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്ന പോലെ. അപ്പോൾ ഓവർ കൺസംഷൻ ഓഫ് ന്യൂസ്, ഇതുപോലത്തെ എക്സ്പോഷർ, അതായത് നമ്മളെ കുട്ടികൾ 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് 4 എല്ലാവരും വി ആർ കണ്ടിന്യൂസ് എക്സ്പോഷർ, അത്രയും സ്ക്രീൻ ടൈമിംഗ് ആണ്. ഇതൊക്കെ ഇവരെ ഹോർമോൺസ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ പ്രായപൂർത്തി ഉണ്ടാവും. അപ്പോൾ ആരാ ഇതൊക്കെ ചെയ്യുന്നത്? നമ്മളെ വീട്ടിലെ അമ്മമാർ, നമ്മളെ വീട്ടിലെ വല്യപ്പന്മാർ, നമ്മളെ സുഹൃത്തുക്കളൊക്കെയാണ് ഇത് കാട്ടിക്കൂട്ടുന്നത്. സമൂഹവും അത് തന്നെയാണ്. അതിനപ്പുറം വേറൊരു സാധനം, ആൾട്ടർനേറ്റീവ് സാധനമില്ല. അറിയാൻ പോലൊരു സാഹചര്യമില്ല. ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഉണ്ടോ കുട്ടികളെ വളർത്താൻ? ഇല്ല. സ്കൂളിൽ പോകണം രാവിലെ, അതായത് ട്യൂഷൻ തുടങ്ങും രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെ. പിന്നെ മ്യൂസിക് ക്ലാസ് പോകണം, ലാംഗ്വേജ് ക്ലാസ് പോകണം, ഡാൻസ് ക്ലാസ് പോകണം, അബാക്കസ് പഠിക്കണം. അത് ഓവർ സ്ട്രെസ്ഡാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വീഡിയോ ഗെയിംസ്, വി ആർ എക്സ്പോസ് ടു വീഡിയോ ഗെയിംസ്. അപ്പം എപ്പോഴും ഹൈപ്പർ സ്റ്റിമുലേറ്റഡ് സ്റ്റേറ്റിലാണ്. നേരത്തെ പ്രായപൂർത്തി ഉണ്ടാവും. അപ്പം ഇതാണ് പ്രിക്കോഷൻസ് പ്യൂബർട്ടി. ഇത് കഴിഞ്ഞ് ഈ കുട്ടികൾ കോളേജിൽ പോയാൽ, സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുന്നത്? ഇവർക്ക് 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കാൻ പറ്റില്ല. നമ്മൾ ലോ മേക്കേഴ്സിനെ കണക്കെന്ന് വെച്ചാൽ ഏജാണ് 1 to 4. 18 വയസ്സിന് കല്യാണം കഴിക്കാൻ പറ്റില്ല, ഏതായാലും കഴിയാം. അപ്പോൾ നേരത്തെ പ്രായപൂർത്തി ആയ കുട്ടിക്ക് കണ്ടിന്യൂസ്ലി 18 വയസ്സ് വരെ പീരീഡ് കണ്ടിന്യൂസ്ലി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ കൂടെയാണ് നമ്മളെ പഠിക്കുന്ന സമയത്തുള്ള എക്സ്ട്രാ സ്ട്രെസ് ഫാക്ടേഴ്സ്. അപ്പോൾ നേരത്തെ പ്രായപൂർത്തി ആകുമ്പോൾ തന്നെ കുട്ടിക്ക് കുറേ മാനസിക പ്രശ്നം ഉണ്ടാവും. അവർക്ക് കൺഫ്യൂസ് ആയിപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയില്ല. അതായത് ആലോചിച്ച് 8 വയസ്സ് കുട്ടിക്ക് ബ്ലീഡിങ് വരാണ്, ദേ വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പോൾ അവർക്ക് പിടിച്ച് എന്താണെന്ന് അറിയപ്പോല. അപ്പം അതൊക്കെ ഓട്ടോമാറ്റിക്കലി അവർക്ക് വൾനറബിൾ ആയിപ്പോൾ. ഈ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വൾനറബിലിറ്റി അവർക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുകയും ചെയ്യുന്നത്. പിന്നെ 18 വയസ്സിന് ശേഷം സ്കൂൾ കഴിഞ്ഞ് പിന്നെ കോളേജിൽ പോകണം, 23, 21 പിന്നെ PG ചെയ്യണം, കരിയറായി കഴിഞ്ഞാൽ പെട്ടെന്ന് കല്യാണം കഴിക്കാം. ഡിഫോൾട്ട് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ച് പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള അവസ്ഥയാണ്. നമ്മൾ പറയുന്നത് വുമൻ എംപവർമെൻറ്റ്, പക്ഷേ അവർക്ക് ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പം 25, 26, 27 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രഗ്നൻസി 30-31 വയസ്സിലായിരിക്കും. മിനിമം 6 months ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കണം. പക്ഷേ ജോബ് ലീവ് എടുക്കില്ല. അപ്പം ദേ ഹാവ് ടു ഗോ ബാക്ക് ജോയിൻ. 2 മാസം കൊണ്ട് മെറ്റർണിറ്റി ലീവ് കംപ്ലീറ്റ് ചെയ്ത് ജോയിൻ ചെയ്യണം. അപ്പോഴത്തേക്കും ആരാ ഫീഡ് ചെയ്യുന്നത്? ഇറ്റ് ഹാസ് ടു ബി ബോട്ടിൽ ഫീഡ്. പിന്നെ 30, അതായത് ഡെബിറ്റാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ്, അത് ലിറ്ററലി ഉള്ള വാക്കാണ്. 18 വയസ്സിന് മുമ്പ് ആദ്യത്തെ പ്രഗ്നൻസി വന്നാൽ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് എന്നാണ്. അപ്പോൾ 25 വയസ്സിന് മുമ്പെങ്കിലും ആദ്യം ഒരു പ്രഗ്നൻസിയും ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടാവണം എന്നാണ്. 30 വയസ്സിന് ശേഷമാണ് ആദ്യത്തെ പ്രഗ്നൻസി ഉണ്ടാവുന്നതെങ്കിൽ ആ പ്രഗ്നൻസി മതി ക്യാൻസർ ഉണ്ടാക്കാൻ. അതാണ് കണക്ക്. പിന്നെ ഓറൽ കോൺട്രസെപ്റ്റീവിൽ നമ്മൾ സിഗരറ്റിൻ്റെ കാര്യം, ഇത് ലിറ്ററലി ഡൽഹിയിലെന്ന് വെച്ചാൽ, ഡൽഹി ക്യാമ്പസുകളെന്ന് വെച്ചാൽ സിഗരറ്റ് വലിക്കുക എന്നുള്ളത് അതൊരു അഭിമാനമാണ്. കൂളാണ്, ഭയങ്കര കൂൾ, അച്ചിലാണ്. അത് ബ്രോന്ന് അത് തോളിലൊക്കെ കൈയിട്ട് വലിക്കുക ചെയ്യാം. അപ്പം നമ്മൾ ഓൺകോളജിസ്റ്റാണ്, നമ്മൾ ചായ കുടിക്കാൻ പോകും. നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഒരു 12 ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവും ഇവരൊരു ഗ്രൂപ്പായിരുന്നു ഭയങ്കര ചർച്ച, ഫാൽത്തു ചീസാണ്, വേസാണ് ചർച്ച. പക്ഷേ എല്ലാവരുടെ കയ്യിലും ഒരു സിഗരറ്റ് ഉണ്ടാവും. അവരുടെ വിചാരം എന്ന് വെച്ചാൽ സ്ലിം സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോർമൽ സിഗരറ്റ് വേണം, സ്ലിം സിഗരറ്റ് വേണം, അതിൽ മെന്തോളം ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ സ്ലിം സിഗരറ്റ് ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ വലിക്കുകയായിരിക്കും ചെയ്യുക. ഈ വലിക്കുന്ന സിഗരറ്റൊക്കെ ഇവരുടെ ശരീരം മാത്രമല്ല ഡാമേജ് ചെയ്യുന്നത്, ലിറ്ററലി ഇവരെ ജേം സെൽസ് എന്ന് പറയും, നമ്മൾ കുട്ടികളുണ്ടാക്കുന്ന ജേം സെൽസ് ഉണ്ടല്ലോ, അതിനവരെ ഇതിൽ ഡാമേജ് ചെയ്യും. അതൊന്നും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് ജനിക്കാൻ പോകുന്ന ഓഫ് സ്പ്രിങ്ങിൽ വരെ ആ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ആണുങ്ങളും അതുപോലെ തന്നെയാണ്. പലപ്പോഴും പറയും നമ്മൾ ലങ് ക്യാൻസർ വന്നിട്ടില്ല
എൻ്റെ വല്യപ്പ 40 കൊല്ലം വലിച്ചു ഒന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാനും വലിക്കാണ്. പലപ്പോഴും നമ്മളെ ജനറ്റിക് കോമ്പനൻറ്റ് മാറിപ്പോകണം. നമ്മളെ കുട്ടികളുണ്ടാക്കണം, ജേം സെൽസിൽ മാറ്റം വരാം. അത് കാരണം ഏത് അസുഖം വരാൻ പറ്റും, ക്യാൻസർ എന്നല്ല, ഏത് അസുഖം വരാൻ പറ്റും. അപ്പം ജനിക്കുന്ന കുട്ടിക്ക് തന്നെ നമ്മൾ അങ്ങോട്ട് ഗിഫ്റ്റായിട്ട് അസുഖമായിരിക്കും കൊടുക്കാം ഈ സ്മോക്കിംഗ് കാരണം. അതുപോലെ തന്നെ ആൽക്കഹോളും. അപ്പം ഇതാണ് ചുരുക്കം. അപ്പം അതായത് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഉറക്കം, ഭക്ഷണം, പിന്നെ പീരിയഡ്സ്, പെൺകുട്ടികൾക്കാണെങ്കിൽ പീരിയഡ്സ്, പിന്നെ ഈ മുലപ്പാൽ ഊട്ടുക, പിന്നെ ലേറ്റായിട്ട് കല്യാണം കഴിച്ച് പ്രഗ്നൻ്റ് ആവുക. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഒരു പാറ്റേൺ ആണ്. ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് കാരണം എന്നുള്ളതാണല്ലേ ഇതിൻ്റെ അതായത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞത് മെന്നിനേക്കാളും ഫീമെയിലിൻ്റെ ഒരു സൈക്ലിക്കൽ സാധനമാണ്. ഇത് മെൻസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് ചിന്തിക്കുമ്പോൾ റിയലി എത്രത്തോളം അവർ സഹിക്കുക എന്നുള്ളതും ദ എമൗണ്ട് ഓഫ് എഫേർട്ട് ദേ ആർ പുട്ടിങ് ടു സ്റ്റേ റെലവൻറ്റ് ഭയങ്കര പാടാണ്. അപ്പം അത് അത്രയും സൈക്ലിക്കൽ ആവുന്നത് കൊണ്ടാണ് അത്രയും പ്രശ്നങ്ങൾ വരുന്നത്. ഓരോ പീരീഡ് വരുമ്പോഴും എൻഡോമെട്രിയം ഉണ്ടാവുന്നു, പിന്നെ നശിച്ചു പോകുന്നു, ഒലിച്ചു പോകുന്നു, ബ്ലീഡിങ് ആവുന്നുണ്ട്, എഗ്ഗ് നശിച്ചു പോകുന്നുണ്ട്, പിന്നെ ഹോർമോൺസ് ഇറ്റ്സ് ഓർക്കസ്ട്രയാണ്, ഫുൾ ഓർക്കസ്ട്രയാണ് അവരുടെ ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസറും സെർവിക്കൽ ക്യാൻസറും ഓവറിയൻ ക്യാൻസറും എൻഡോമെട്രിയൽ ക്യാൻസർ ഫീമെയിൽ വരാൻ ഏറ്റവും ടോപ്പ് 4 അത് തന്നെയാണ്. എന്താ ഡോക്ടറെ ഈ സെർവിക്കൽ ക്യാൻസർ എങ്ങനെയാണ്? സെർവിക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ലിറ്ററലി നമ്മളെ യൂട്രസിൻ്റെ താഴത്തെ ഭാഗത്ത് വജൈനാണ് ഇടയ്ക്ക് വരുന്ന ഒരു ലിപ്പ് പോലത്തെ ഒരു ഏരിയയാണ് സെർവിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂട്രസിലുള്ള എൻട്രിയാണ്. അപ്പം അത് പൊതുവേ അവിടെ താമസിക്കുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന സാധനം. ആ വൈറസ് ലിറ്ററലി സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. പൊതുവേ കുറേ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ട്, കുറേ ആൾക്കാർ പുറങ്ങാണ്, വേശ്യകളുണ്ട്, പിന്നെ അൺനാച്ചുറൽ സെക്സ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ സാധനം പൊതുവേ ഉണ്ടാവുക, HPV വൈറസ് ഉണ്ടാവുക. അത് ഈ സെക്ഷലി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ തന്നെ ഇത്, അതായത് മോർ ദാൻ 90% ഓഫ് ദ ഫീമെയിൽ പോപ്പുലേഷനിൽ ഈ വൈറസ് ഉണ്ടാവും. പാപ്സ്മിയർ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ടാവും. പക്ഷേ ഈ ഇൻഫെക്ഷൻ ക്രോണിക്കായിട്ട് നിലനിന്ന് പോയാൽ പലപ്പോഴും അവിടെ ക്യാൻസർ വരും. അപ്പം ഏർലി സെക്ഷൽ ഇൻ്റർകോഴ്സ് നേരത്തെ തന്നെ, അപ്പോൾ പ്രായപൂർത്തി നേരത്തെ സെക്ഷൽ ഇൻ്റർകോഴ്സ് ആയിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഈ പാപ്പിലോമ വൈറസ് നേരത്തെ തന്നെ ഇവർ സെർവിക്സിൽ താമസിക്കാൻ തുടങ്ങും. അപ്പം ഒരു 30-35 വയസ്സാകുമ്പോഴത്തേനും അത് സെർവിക്കൽ ക്യാൻസർ, അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ മുന്നത്തെ സ്റ്റേജ് ഉണ്ട്, ഡിസ്പ്ലാസ്റ്റിക് സ്റ്റേജ്, CA1, CA2, CA3, അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് ക്യാൻസറിലോട്ട് പോകാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് മോസ്റ്റ് കോമൺ ഗൈനക്കോളജിക്കൽ ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ. അപ്പം അതിലൊരു കാരണം വെച്ചാൽ ഇതാണ് സെക്ഷൽ പ്രോമിസ്ക്യൂറ്റി വൺ ഓഫ് ദ റീസൺ. അപ്പം അതിനാണ് നമ്മളെ സർക്കാർ ഇത് നേരത്തെ ഉള്ളതാണ് HPV വാക്സിനേഷൻ എന്ന് പറയും, ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ വാക്സിനേഷൻ നേരത്തെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാംജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ബഡ്ജറ്റിൽ എസെൻഷ്യൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേരള ഗവൺമെൻറ് അത് അഡോപ്റ്റ് ചെയ്യുന്നത്, തമിഴ്നാട്ടിൽ അത് ചെയ്ത്, ഡൽഹി ഗവൺമെൻറ് കേജ്രിവാളിൻ്റെ ടൈമിൽ കൊടുക്കുന്നുണ്ടായിരുന്നു, നിന്നുപോയി. പക്ഷേ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആദ്യത്തെ സെക്ഷൽ ഇൻ്റർകോഴ്സിന് മുമ്പ് തന്നെ വാക്സിൻ കൊടുക്കുന്നതാണ്. അപ്പോൾ സ്കൂൾ ഗോയിങ് കിഡ്സിനാണ് ഇത് കൊടുക്കാനുള്ളത്. അത് ഇനി വരുന്നേ ഉള്ളൂ, റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഈ HPV വൈറസ് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ത്രോട്ട് ക്യാൻസറിനും കാരണം, ലിറ്ററലി ഓറൽ സെക്സ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആനൽ ക്യാൻസറിന് കാരണം, ആനൽ ക്യാൻസറിനുള്ള അതിൻ്റെ കാരണവും ഈ HPV വൈറസ് തന്നെയാണ്. അപ്പം അത് ലിറ്ററലി ത്രോട്ട് ക്യാൻസർ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഇതാണ്, ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ അവരെ കുറിച്ചൊക്കെ പഠിക്കണം. അപ്പം യുഎസിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം ഒരു മിഡിൽ ഏജ്ഡ് മാൻ, ഹൈ സോഷ്യോ എക്കോണമിക് സ്റ്റാറ്റസ്, നല്ല പൈസക്കാരൻ, നല്ല ജോലി, ഒരു $50,000 ജോലി വാങ്ങിക്കുന്ന നല്ല പൈസ ഉള്ള ആൾക്കാർ മരിഗുണ വലിക്കുന്ന കേസ്, അവർ തൊണ്ടയിൽ പ്രശ്നമായിട്ട് വരികയെന്നുണ്ടെങ്കിൽ HPV ആവാനാണ് സാധ്യത എന്നർത്ഥം. ലിറ്ററലി ഓറൽ സെക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് HPV വരുന്നതാണ് അതിൻ്റെ കണക്ക്. അപ്പം അത്രയും കോമൺ ആണ് നമ്മുടെ നാട്ടിൽ ഈ HPV ഈസ് വെരി കോമൺ. അതാണ് സെർവിക്കൽ ക്യാൻസറിൻ്റെ മോസ്റ്റ് കോമൺ കോസ്. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം പലപ്പോഴും മെജോറിറ്റി ഓഫ് ദ മെഡിക്കൽ പ്രാക്ടീസ് എത്തിക്കലാണ് മെജോറിറ്റി. പക്ഷെ പലപ്പോഴും ഇതിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുകൊണ്ടിരിക്കും. ഫാർമസ്യൂട്ടിക്കൽ ഡെഫിനറ്റ്ലി ഓപ്പർച്യൂണിറ്റീസ് കാണും. അപ്പോൾ അത് എല്ലാ ക്യാൻസറിലും അവർ പഠിക്കുന്നു. സെർവിക്കൽ ക്യാൻസർ ഇന്ത്യയിൽ ഒരു മാർക്കറ്റാണ്. സോ ഇന്ത്യ ഈസ് എ മാർക്കറ്റ് ഓഫ് സെർവിക്കൽ ക്യാൻസർ. സോ ദേ വിൽ ഓൾവേസ് ട്രൈ ടു ഡു സംതിങ്. പിന്നെ അതുപോലത്തെ ഇൻഫെക്ഷൻ കാരണം വരുന്ന ക്യാൻസേഴ്സിൽ പെട്ടതാണ് HPV വൈറസും HCV വൈറസും. ലിവർ ക്യാൻസറിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസാണ്. അപ്പം അതിനാണ് നമ്മളെ വാക്സിൻ, സ്കൂളിലൊക്കെ നമ്മൾ HPV ഹെപ്പറ്റൈറ്റിസ് B വാക്സിനൊക്കെ എടുത്തിട്ടുള്ളത് അത് കാരണമാണ്, ടു പ്രൊട്ടക്ട് us ഫ്രം HPV വൈറസ്, HPV ഇൻഫെക്ഷൻ. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ ഈ കാരണങ്ങൾ പറഞ്ഞു, സിംറ്റംസ് പറഞ്ഞു, ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക്സിനെ കുറിച്ച് കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനി മുന്നോട്ട് എന്താണ്, അതായത് എങ്ങനെയാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക, ആ ഒരു സിസ്റ്റം എങ്ങനെ നമുക്ക് അഡോപ്റ്റ് ആവാം? സിസ്റ്റം അഡോപ്റ്റ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് യു കനോട്ട് ഗോ അഗെയിൻസ്റ്റ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലൊരു സാധനം എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും
ഒരു സാധനത്തിന് നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിഫൈൻ ചെയ്യണം. നമ്മൾ യാത്ര ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ഊണ് കിട്ടാൻ നമ്മൾ നടന്നത് എനിക്കറിയാം. അതെ അതെ. വേറെ ഒരു ഓപ്ഷനും കിട്ടുന്നില്ല. ലിറ്ററലി ഒരു സാധാ ഭക്ഷണം കിട്ടാൻ വലിയ പണിയാണ്. വേറെ എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ വി ആർ ഓൾ ഇപ്പം മാസീവ് ഗ്ലോബലൈസേഷനാണ്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മളെ നാട്ടിൻ്റെ മഹിമയൊക്കെ വിട്ടിട്ട് വേറെ എവിടേക്കോ പാഞ്ഞു പോവാം. ഇപ്പം K-pop J-pop ഒക്കെ അതിൻ്റെ ഭാഗത്ത് വന്ന സാധനമാണ്. ക്രേസി ആണല്ലോ. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ തല നോക്കിയാൽ എല്ലാവർക്കും കോളിഫ്ലവറാണ്. യു ആർ നോട്ട് ഏബിൾ ടു റേബാൻ്റെ ആ ഒരു ഗ്ലാസ് ഉണ്ടാവും, കോളിഫ്ലവർ ഉണ്ടാവും, ക്ലീൻ ഷേവ് ഉണ്ടാവും, ബ്ലാക്ക് ഷർട്ട് ഉണ്ടാവും. ടിപ്പിക്കലി സെയിം ആണ്, യൂണിഫോമാണ്, ഒരു ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ തിരിച്ചറിയാനുള്ള ഒരു വഴിയുമില്ല. അപ്പം ഇതിലൊന്നും എസ്കേപ്പ് ചെയ്യാന്നുള്ളത് ലിറ്ററലി യു നീഡ് ടു ഹാവ് എഡ്യൂക്കേറ്റഡ് മൈൻഡ്. അത് മാത്രമേ ഉള്ളൂ. ഒന്ന് കോമൺ സെൻസ്. നമ്മൾ ചർച്ച ചെയ്യുന്നതും പോസിബിലിറ്റീസ് ഡിസ്കഷൻ കോമൺ സെൻസിൽ ഒതുങ്ങുന്ന സാധനമാണ്. മറ്റൊന്ന് എഡ്യൂക്കേറ്റഡ് മൈൻഡാണ്. അത് ഇറ്റ് ഈസ് എബവ് കോമൺ സെൻസ്. അത് വരാത്തത് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ ടോക്ക്, വി ക്യാൻ ഡിസ്കസ്. എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എഡ്യൂക്കേറ്റഡ് മൈൻഡ്സ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പയിനിൽ പ്യൂർലി വി ഫോക്കസ്ഡ് ഓൺ സ്കൂൾസ്. നമ്മൾ ലിറ്ററലി ക്ലാസ് എടുത്ത് 9th 10th 11th 12th ദേ ആർ സ്റ്റഡിങ് ബയോളജി. ദേ വിൽ അണ്ടർസ്റ്റാൻഡ് വെരി വെൽ. പിന്നെ അവരുടെ ലൈഫിലും അവരെ ചുറ്റുപറ്റും കാണുന്ന സാധനമാണ്. സോ ദേ വിൽ ബി ഏബിൾ ടു റിലേറ്റ് വെൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഫോക്കസ് ചെയ്തത്. അപ്പം ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് എഡ്യൂക്കേറ്റ് ആവുക. എന്താണ് യഥാർത്ഥത്തിൽ, ഡോണ്ട് ഗോ ബിഹൈൻഡ് ഗൂഗിൾ. അല്ല ഗൂഗിൾ, വാട്സാപ്പ്, ഇൻസ്റ്റാ റീല്, വാട്സാപ്പ് ഫോർവേഡ് മെസ്സേജ് ഒന്നുമല്ല. അതായത് 3 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് രാവിലെ കുടിച്ചാൽ ശരിയാവും. ഇതൊക്കെ അത്രയ്ക്ക് സിമ്പിളല്ല ശരീരം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ആണ്. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ലോട്ട് ഓഫ് ഡാമേജ്. നമ്മുടെ ശരീരം എന്ന് വെച്ചാൽ നമ്മളൊരു 30 ദിവസം ഭക്ഷണം കഴിച്ചെങ്കിലും ജീവൻ നിലനിർത്താനുള്ള വഴി ആലോചിക്കുക. യു വിൽ സ്റ്റിൽ സ്റ്റേ അലൈവ്. അങ്ങനെ കപ്പാസിറ്റി ഉള്ള സാധനമാണ് ജീവൻ. അപ്പം എല്ലാം ഒന്നും പുച്ഛിക്കരുത്. സയൻസിനെ പുച്ഛിക്കരുത്, മെഡിക്കൽ സയൻസിനെ പുച്ഛിക്കരുത്. ദർ ഇസ് എ റിയൽ നോളേജ് ഇൻ ഇറ്റ്. അതിനെ പഠിക്കുക, അതിന് എഫേർട്ട് വേണം. MBBS പഠിക്കുന്ന കുട്ടികളൊന്നും വെറുതെ ഒന്നുമല്ല. ദേ റിയലി റീഡ് അബൌട്ട് ഇറ്റ്. പാത്തോളജിക്ക് പഠിച്ചാൽ അത്ഭുതങ്ങളാണ് ലിറ്ററലി. യു വിൽ അമേസ്. അപ്പം അതിൽ എഡ്യൂക്കേറ്റഡ് മൈൻഡാണ് ആദ്യം വേണ്ടത് ഫസ്റ്റ്. പിന്നെ ഓപ്പൺ ഡിസ്കഷൻസ്, പിന്നെ പോളിസി മേക്കേഴ്സിന് ഇൻ്റർവെൻഷൻസിനാണ്. ഒന്ന്, അതായത് ഇപ്പോൾ നമ്മൾ നാടുകൾ നോക്കിക്കഴിഞ്ഞാൽ 3 സാധനങ്ങളാണ് കൂടുന്നത്. കൺസ്യൂമർ വേസ്റ്റാണ്. ഒന്ന് ഭക്ഷണശാല, അതായത് ഫുഡ് കൺസംഷൻ, എക്സസീവ് ഹോട്ടൽസ്. മൊത്തം അത് ചിന്തിക്കാനുള്ള ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഹോട്ടലിടാന്ന് പറയാം. അതിനപ്പുറം ചിന്തിക്കാനുള്ള കപ്പാസിറ്റി വരുന്നില്ല. രണ്ടാമത് വരുന്നത് ആപ്ലിക്കൻസസ് ആണ്. ഈ മൊബൈല്, TV, അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റ്സ്, കൺസ്യൂമർ ബേസ്ഡ് ആപ്ലിക്കൻസ്. മൂന്നാം വരുന്നത് ഹോസ്പിറ്റൽസാണ്. ഈ 3 സാധനമേ ഉള്ളൂ ഇൻഡസ്ട്രി ആയിട്ട് നമ്മുടെ നാട്ടിൽ പ്രോലിഫറേറ്റ് ചെയ്യുന്നത്. അത് കാരണം തന്നെയാണ് ക്യാൻസർ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ക്യാൻസറായിട്ട് വളരുന്നത്. അതായത് അത് ക്യാൻസറിനെ കാണേണ്ടത് നമ്മളെ പഞ്ചായത്തിൽ മന്ദബുദ്ധി എത്ര ഉണ്ടെന്ന് ആലോചിക്കുക. എത്ര മന്ദബുദ്ധി ഉണ്ടാവും? 1 ഉണ്ടായാൽ ഓക്കെയാണ്, 2 ഉണ്ടായാലും സഹിക്കാം. അതിന് കൂടുതലായാൽ നമ്മൾ ചിന്തിക്കണം. പബ്ലിക് ഹെൽത്ത് ഡിസാസ്റ്റർ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് വന്നാലും ചിന്തിക്കണം. അതുപോലെയാണ് ക്യാൻസറും. ഒരു പഞ്ചായത്തിൽ 1 വന്നാൽ ഓക്കെയാണ്, 2 വി ഹാവ് ടു ബി അലേർട്ട്, നോക്കണം. പക്ഷെ അത് കോമൺ ആയി കഴിഞ്ഞാൽ ദർ ഈസ് സംതിങ് റോങ്, ടോട്ടലി റോങ്. അത് പബ്ലിക് ഹെൽത്ത് ഇൻ്റർവെൻഷൻ എടുക്കണം. അപ്പോൾ അതിൽ പോളിസി മേക്കേഴ്സിന് നല്ലൊരു റോളുണ്ട്. അപ്പോൾ അതിൽ പ്രശ്നം വരുന്നത് പോളിസി മേക്കേഴ്സിന് ഒരു പരിമിതിയുണ്ട്. കാരണം ഇതൊക്കെ എക്കോണമി ഡ്രിവനാണ്. അപ്പോൾ അതിൽ കുറേ ചേഞ്ചസ് ഒന്നും കൊണ്ടല്ലോ. ഇപ്പോൾ പറയാണ്, നാളെ മുതൽ നിങ്ങൾ കാലറി ബേസ്ഡ് ഫുഡ് ഉണ്ടല്ലോ, ഫുഡിൻ്റെ എല്ലാവരും കാലറി മെൻഷൻ ചെയ്യണം. കാലറി മെൻഷൻ ചെയ്യുന്നാൽ പല കച്ചവടം നിന്ന് പോകും. ഇപ്പോൾ ഒരാൾ ഒരു ഫുൾ മന്തി സ്ഥലത്ത് അവർ പറയും കുറച്ച് മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ കുറേ എക്കോണമിക് ബേസ്ഡ് കുറേ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽസ് കൂടുന്നത്. അപ്പോൾ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് KKR, ഏത് ഗ്രൂപ്പാണ് വന്നത്, ഏതോ KKR ഗ്രൂപ്പ് വന്ന് അതെടുത്ത് അതൊക്കെ ഭയങ്കര ഹൈപ്പായിട്ട് ഈവിലായിട്ടൊക്കെ പറയുന്നത്. ദേ ആർ ഡൂയിങ് ദ ബിസിനസ്. ഹോസ്പിറ്റൽസ് ദേ ആർ ഡൂയിങ് ദ ബിസിനസ്. ദേ ആർ മെൻ ഫോർ ബിസിനസ്. നിങ്ങൾക്കൊന്നും ഫ്രീ ആയിട്ട് വിളമ്പാനല്ല ഹോസ്പിറ്റൽസ് ഉള്ളത്. ആരും തന്നെ അങ്ങനെയല്ല. അത് ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നവരാ നമ്മളാണ്. നമ്മൾ കെയർഫുൾ ആയിട്ടിരുന്ന ഒരിക്കലും അവരൊന്ന് വയനാട് ഇപ്പോൾ തുടങ്ങുന്നില്ലല്ലോ. നോബഡി ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ വയനാട്. സോ വി ഹാവ് ടു നോ, ബിക്കോസ് അവർ ലൈഫ് സ്റ്റൈൽ ക്യാൻസർ ഇൻസിഡൻസ് ഗോൺ ഹൈ. സോ ദർ ഇസ് ഇൻഫ്രാസ്ട്രക്ചർ. അവർ വന്നേ പറ്റൂ. നമുക്ക് അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ലിവർ, ഞാൻ പറഞ്ഞില്ല, എക്സസീവ് ഭക്ഷണം, ഗ്രേഡ് 1 ഫാറ്റി ലിവർ. അപ്പം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ അൾട്ടിമേറ്റ്ലി സൈറോസിസ്, ലിവർ ചുരുങ്ങിപ്പോവും, അതായത് സ്കാറായിപ്പം പിന്നെ ക്യാൻസർ വരും. അവിടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷനേ ഉള്ളൂ ഓപ്ഷൻ. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് മെഡിസിൻ കൂടും. അത് ആവശ്യമാണ്. നമ്മൾ ആരെങ്കിലും അതിപ്പോൾ നമ്മൾ സർക്കാർ കൊണ്ടുവന്ന് വിചാരിക്കണം. സർക്കാരിന് എത്ര ആൾക്കാർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും? എല്ലാ വീട്ടിലും ഒരാൾക്ക് ട്രാൻസ്പ്ലാന്റ്, അതൊന്നും പോസിബിൾ. അപ്പം ദർ ഇസ് ഓൾവേസ് ഇൻഫ്രാസ്ട്രക്ചർ നെസസറി. അപ്പോൾ ഇവരൊക്കെ വരും, ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ കൂടും.
അപ്പം സ്വാഭാവികമായിട്ട് വരുന്ന സാധനമാണ്. ഡോക്ടർ, ഈ വെയിറ്റ് ഗെയിൻ, ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഭക്ഷണം, അപ്പോൾ ഇതൊക്കെയാണ് ക്യാൻസറിൻ്റെ ഒരു കാരണം എന്നുള്ള ഒരു കോറിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൊസൈറ്റിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതല്ലേ? അല്ല, ഇത് എല്ലാവർക്കും മൈൻഡിൽ ബാക്കിലുണ്ട്. കാരണം അതായത് നമ്മളെ വല്യപ്പമാർക്ക് അല്ലെങ്കിൽ ഉപ്പമാർക്ക് ഇത് കറക്റ്റായിട്ട് അറിയാം. കാരണം അവർ ജീവിച്ച ഒരു ശൈലിയുണ്ട്. അവർ ഞാൻ ലിറ്ററലി ആലോചിച്ച് നോക്കുക, നമ്മൾ മെഡ്രാസിലൊക്കെ പോയി നമുക്ക് കാണാൻ പറ്റും നല്ല സ്ഥലങ്ങളിലൊക്കെ, അത് കുറച്ച് സമ്പ്രദായമൊക്കെ ഉള്ള സ്ഥലത്ത് പോയാൽ അറിയാൻ പറ്റും. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ചെരുപ്പ് ഊരിയിട്ടായിരിക്കും കഴിക്കുക. അത് മര്യാദയാണ്. നമ്മൾ പലപ്പോഴും തറയിലിരുന്നാൽ കഴിക്കാം, വാഴയില ക്ലീൻ ചെയ്തിട്ട്. അതൊരു ഭക്ഷണത്തോടുള്ള ഒരു മര്യാദയാണ്. അത് നഷ്ടപ്പെട്ട് ഇപ്പോൾ പാക്കറ്റിൽ വാങ്ങിക്കുകയാണ് നമ്മൾ ഭക്ഷണം. അതായത് ഒരു മെഷീൻ പാക്ക് ചെയ്ത് തരുന്നത് അത് കഴിക്കുകയാണ്. അതിൽ മനുഷ്യ സോളില്ല, സോളില്ല. അതാണ് നമ്മൾ കഴിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇത് ജനങ്ങൾക്ക് മൈൻഡിൽ അറിയാം, പക്ഷേ അതൊരിക്കലും പ്രാക്ടിക്കലാക്കാൻ ശ്രമിച്ചിട്ടില്ല. പ്രാക്ടിക്കലാക്കണമെന്നുണ്ടെങ്കിൽ പലരും നമ്മളെ, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ചുരുക്കി പറയാണ്, എൻ്റെ മോൾക്ക് ഫോൺ കൊടുക്കലെന്ന് പറയാം. എൻ്റെ മോൾക്ക് ഫോൺ കൊടുക്കുക, ഇങ്ങനെ കടുപ്പ് കാണിക്കുക എല്ലാ ആവശ്യമുണ്ടോ? അവർ കണ്ട എന്താ തെറ്റാൻ പോകുന്നത്? ഫോണല്ല കാണുന്നത്, നല്ലതാണ് കാണുന്നത്, ഒന്ന് കാണിച്ചു കൊടുക്കുക. സ്കൂളിലുള്ള ഫങ്ഷൻസ്, എല്ലാ സ്കൂളിലെ പരിപാടി വാട്സാപ്പിലാണ് വരുന്നത്. അത് നമുക്ക് കുട്ടി കാണിച്ചു കൊടുത്തേ പറ്റും. പഠിക്കേണ്ടത് ഓൺലൈൻ. അത് കോവിഡ് കാരണം വന്ന ചേഞ്ചസ് ആണ്, ഡ്രാസ്റ്റിക് ചേഞ്ചാണ് വന്നത്. ഡിജിറ്റൽ അത് ഞാനിപ്പോൾ എതിർത്ത് കഴിഞ്ഞാൽ എന്നെ എന്തായിരിക്കും, എന്നെ പുറത്താക്കും വീട്ടിൽ നിന്ന്. പുറത്ത് പോകണം, ഐസ്ക്രീം കാണുന്നുണ്ട്, ഞാൻ പറഞ്ഞു മോൾ ഐസ്ക്രീം വേണോ? അല്ല എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അത് കണ്ട വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് ഐസ്ക്രീം കൊണ്ടുവരാം, അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, എക്സസീവ് കൺസപ്ഷൻ. അതൊക്കെ ഞാൻ എതിർത്ത് കഴിഞ്ഞാൽ കുടുംബത്തിൽ ഞാൻ വേണ്ട. അതുകൊണ്ടാണ് ഈ നമ്മളെ പാരൻസും നമ്മളെ ഗ്രാൻഡ് പാരൻസൊക്കെ എപ്പോഴും കുടുംബത്തിൽ ഭയങ്കര കടുപ്പമുള്ള ആളാണെന്നാണ് പറയാം. ഇവരൊക്കെ ഭയങ്കര പഴഞ്ഞനാണെന്ന് പറയാം. നമ്മളൊക്കെ പഴഞ്ഞനാണ് ചുരുക്കി പറഞ്ഞത്. ജൻസീൻ്റെ ഇടയ്ക്ക് നമ്മളൊക്കെ പഴഞ്ഞനാണ്. എന്താ പറയാ, എന്തോ ഒരു വാക്കുണ്ടല്ലോ, വൈബ്. എക്സാക്ട്ലി. സോ അമ്മാവൻ വൈബ്. അപ്പോൾ അതങ്ങനെയാണ്. അത് ചേഞ്ച് വളരെ എളുപ്പം. അതുകൊണ്ടാണ് എഡ്യൂക്കേറ്റഡ് മൈൻഡ് ആയി കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാ സംഘടന അല്ല, ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഫിലോസഫി എടുത്ത് അതിൽ എഡ്യൂക്കേറ്റ് ആയി കഴിഞ്ഞാൽ അവരൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. ദേ ഡോണ്ട് കോംപ്രമൈസ് ഇറ്റ്. ഓക്കെ, ഇതിപ്പോൾ വെൽ എഡ്യൂക്കേറ്റഡ് മൈൻഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ സ്കൂൾ സിലബസുകളിൽ ഇപ്പോൾ സൂംബ ഡാൻസ് പറഞ്ഞു, ഈ ഡ്രഗിനെതിരല്ലേ. അപ്പോൾ അതുപോലെ മീനിങ് ഫുള്ളായിട്ടുള്ള, അതുപോലെ അല്ലാത്ത മീനിങ് ഫുള്ളായിട്ടുള്ള എന്ത് ഇൻ്റർവെൻഷനാണ്, അതായത് ഇവരുടെ സിലബസിൽ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ ഒരു പീരിയഡ് വൈസ് തന്നെ ഇത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ഡെഫിനറ്റ്ലി. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുന്ന സയൻസിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബയോളജി പഠിക്കുന്നത് തന്നെ ലിറ്ററലി എവറിത്തിങ് ഈസ് ദെയർ. അതിന് ആക്ച്വലി പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കരിക്കുലങ്ങൾ ഡെഫിനറ്റ്ലി വേണം. സൂംബൊക്കെ ഓക്കെയാണ്, സർക്കസൊക്കെ ഓക്കെയാണ്, കോൺട്രവേഴ്സിയിൽ തന്നെ വെച്ചിട്ട് അതൊക്കെ ഓക്കെയാണ്. പക്ഷേ എഡ്യൂക്കേറ്റ് ചെയ്യണം. എഡ്യൂക്കേറ്റ് എന്ന രീതിയിലാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. ഒരു ഹൈ എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണോ ട്രെൻഡ് അതിൻ്റെ ബാക്കിലാണ് പോകുന്നത്. ദർ ഈസ് നോ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. അത് ട്രൂത്താണ്. നോബഡി ഈസ് അറ്റംപ്റ്റഡ് ടു പ്രോപ്പർലി ഇംപ്രൂവ് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അത് ചെയ്തിട്ട് തന്നെ ഇല്ല. എല്ലാം ഒരു ട്രെൻഡിൻ്റെ ഭാഗമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൂംബ പറഞ്ഞ് നാളെ വേറെ എന്തെങ്കിലും പറയും. സോ ട്രെൻഡിൻ്റെ ഭാഗമാണ്. അതൊക്കെ മാറിയിട്ട് നല്ല വാല്യൂ ബേസ്ഡ് നമ്മളെ ബ്യൂറോക്രസി ഉണ്ടാവണം, സ്ട്രോങ് ബ്യൂറോക്രസി ഉണ്ടാവും. അവർ നല്ല ഇൻ്റർവെൻഷൻസ് കൊണ്ടുവരും, എല്ലാം കൊണ്ടുവരും. ചെറിയ ഇൻ്റർവെൻഷൻസ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അത് ചെയ്താൽ ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ ഉണ്ടാവും. മാറ്റങ്ങൾ വരുമെന്നറിയില്ല, പക്ഷേ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഡു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബുക്ക് മാത്രമല്ല, ലൈഫ് സ്റ്റൈൽ, എവറിത്തിങ്. ഈ കുട്ടികൾ നമ്മളെ ഫ്യൂച്ചർ. ഞാൻ പറയാൻ കാരണം 2030 ആകുമ്പോഴത്തേനും 5 times ദ ക്യാൻസർ ഇൻസിഡൻസ് ഗോണ റൈസ്. ആരാണ് ഈ കാൻഡിഡേറ്റ്സ്? 5 കൊല്ലം കഴിഞ്ഞ് ആരാണ് ഈ പേഷ്യൻസ്? നമ്മൾ മുന്നിരിക്കുന്ന നമ്മളെ കുട്ടികളും നമ്മളെ സഹപാഠികളും നമ്മളെ നമ്മളെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇതിൽ സർക്കാരിൻ്റെ നിർബന്ധമാണ് ടു ഇൻറ്റിഗ്രേറ്റ് ദീസ് തിങ്സ് ഇൻ ടു എഡ്യൂക്കേഷൻ. സെക്സ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ നിർബന്ധമാണ്. അത് മാത്രമല്ല, ദേ ഹാവ് ടു പുട്ട് റെഗുലേഷൻ ഔട്ട് സൈഡ്. സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പുറത്ത് പോകുമ്പോൾ ബർഗർ തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബർഗർ കഴിക്കുന്നത് മോശമൊന്നുമില്ല, എല്ലാ ദിവസവും ഹൈ കാലറി ഇൻടേക്ക് പാടില്ല എന്നുള്ളതാണ്. അപ്പം ഇത് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഹുക്ക ബാർ ഉണ്ടെങ്കിൽ പിന്നെ വാട്ട് ആർ വി ഡിസ്കസിങ്? അതായത് സർക്കാർ എല്ലായിടത്തും ഇത് ആൽക്കഹോൾ ഷോപ്പ് തുടങ്ങാണ്. ദാറു വലിയ ഇതാണ്, എന്താ പറയുക, എക്കോണമിയാണ്. അപ്പോൾ എക്കോണമി ഡ്രിവൻ ആണ്, ഏറ്റവും വലിയ റവന്യൂ തന്നെയാണ്. അത് തന്നെയാണ്. അപ്പം അതൊക്കെ വരുമ്പോൾ പിന്നെ എന്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാസ്റ്റിയാണ്. നമ്മളെ പോളിസി മേക്കേഴ്സ് ഫുൾ നാസ്റ്റിയാണ്. എനിക്ക് ഓർമ്മ ഉണ്ട്, ലിവർ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുണ്ട്, അറിയില്ല. സാറ് പൊതുവേ സയൻസിനെ പക്കായിട്ട് പറയും. എപ്പോൾ പറഞ്ഞാലും മൂപ്പരായിട്ട് ഊക്കല, എല്ലാവരും അങ്ങനെ അറ്റാക്ക് ചെയ്യുക ചെയ്യുക. മൂപ്പർ പറഞ്ഞൊരു സാധനം നല്ല സ്ട്രൈക്കിംഗ് ആണ്. ഒന്ന് പറഞ്ഞ് ഓണം, വിഷു,
ഫെസ്റ്റിവൽ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവർ ഒ പി ഡിയിൽ ഏറ്റവും ഹെപ്പറ്റോളജിസ്റ്റ് ആണല്ലോ, ഒ പി ഡിയിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ലിവർ സെറോട്ടിക്, ലിവർ ഫെയിലിയർ അല്ലെങ്കിൽ ലിവർ എൻസൈം ഡാമേജ്ഡ് ആയ പേഷ്യൻസാണ് ഏറ്റവും കൂടുതൽ കാണുക, ലിവർ സെറോട്ടിക് പേഷ്യൻസാണ്. കാരണം കള്ളത്ര ആഘോഷം എന്ന് പറഞ്ഞാൽ ജനനം കള്ളാണ്, മരണം കള്ളാണ്, കല്യാണം കള്ളാണ്, കൂട്ടുകൂടിയ കള്ളാണ്, എല്ലാത്തിനും കള്ളാണ്. കള്ളാകുമ്പോൾ അത്രയും പേഷ്യൻസ്, അത്രയും കുടുംബങ്ങൾ നശിച്ചു പോകുന്നത്. ഇത് ഞാൻ ക്യാൻസറിൽ പോലും എത്തിയില്ല, ക്യാൻസറിന് മുമ്പുള്ള അവസ്ഥയാണ് ഇത്. അപ്പം ഇതിൽ ഒരു റിയാലിറ്റി ചെക്ക് നിർബന്ധമാണ്. ഒരു ജനകീയമായിട്ടുള്ള ഒരു ഗവൺമെൻറ്, ജനകീയമായിട്ടുള്ള ഒരു ബ്യൂറോക്രസി, ജനകീയമായിട്ടുള്ള ജനങ്ങൾ, അത് നമുക്ക് ഡെവലപ്പ് ചെയ്തേ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ മുദ്രാവാക്യം ഇതൊക്കെ വിളിച്ച് ഒരു കാര്യമില്ല, ഇറ്റ്സ് ജസ്റ്റ് എ ഹിപ്പോക്രസിയാണ്. അതിന്ന് പുറത്ത് വരണം. പിന്നെ പലപ്പോഴും കോൺട്രവേഴ്സി വരുന്നത് ആയുർവേദമാണോ ഹോമിയോ ആണോ അലോപ്പതി, ഇത് അലോപ്പതിനെ അങ്ങോട്ട് കാക്കി ചെയ്യുന്നത്. പക്ഷെ എല്ലാത്തിലും ഇപ്പം ആയുർവേദം എന്ന് പറഞ്ഞത് എൻ്റെ ഒപ്പീനിയനാണ്, ഇറ്റ് കുഡ് ബി ഡിഫറെൻറ്റ്. അതിൽ കുറേ മെഡിസിനൽ പ്രാക്ടീസസ് ഉണ്ട്, ബട്ട് ഇറ്റ് വാസ് ഐഡിയലി വേ ഓഫ് ലൈഫാണ്. നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾ കഷായം തരും പറഞ്ഞാൽ നിങ്ങൾ പത്യം കേൾക്കാം, ഇത് കഴിക്കാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല, രാത്രി ഉറങ്ങണം, കുറേ വിളിച്ചിട്ടൊക്കെ ഉണ്ടാവും. വേ ഓഫ് ലൈഫാണ്. പുതിയ അസുഖങ്ങൾക്ക് ഐ എം നോട്ട് ഷുവർ ദാറ്റ് ദേ ഹാവ് റീച്ച് ദ പോയിന്റ്. അത്രയും കപ്പാസിറ്റിയോ റിസർച്ചോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അവർ എത്തിയിട്ടുണ്ടെന്ന് പറയാം. അത്രയും റാപ്പിഡായിട്ട് പുതിയ അസുഖങ്ങൾ വരുന്നത്. സെയിം ഗോസ് ടു ഹോമിയോ. നമ്മൾ പറയുന്ന പ്ലെസിബോ എഫക്റ്റ് നമ്മൾ ലിറ്ററലി പറയാം, അത് അക്കത്രയെന്ന് അറിയില്ല, പക്ഷേ അങ്ങനെയാണ്. ഹോമിയോൻ്റെതായ റോൾ ഉണ്ടാവും, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ എവരിവെയർ. നമ്മളത് ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. നമുക്കിവിടെ എവിഡൻസ് ഉണ്ട്, ലിറ്ററലി എവിഡൻസ് ഉണ്ട്. വി ആർ സീയിങ് ദ ക്യാൻസർ സെൽ, വി ആർ ടാർഗറ്റിംഗ് ദ മോളിക്യൂൾസ്. അപ്പോൾ എപ്പോഴും സൈഡ് എഫക്ട്സ് നമ്മളെപ്പോഴും പ്രോസ് ആൻഡ് കോൺസ് നോക്കിയ ട്രീറ്റ്മെൻറ്റ്. ഇതിനിടയ്ക്ക് വരുന്നതാണ് അക്കുപഞ്ചർ. അത് ഏറ്റവും ഏറ്റെടുക്കുന്നത് നമ്മളെ പുതിയ ജനറേഷനാണ്. ഓരോ മൂലയ്ക്കും അക്കുപഞ്ചർ ഫ്രോഡാണ്, പക്ക ഫ്രോഡാണ്. ഐ വിൽ ജസ്റ്റ് സ്റ്റേറ്റ് ഫ്രോഡാണ്. വി ഹാവ് ടു കൗണ്ടർ ദം, എഡ്യൂക്കേറ്റ് ദം. അവരെ നമ്മൾ കോൺഫ്രണ്ട് ചെയ്യണം. അവരൊന്നും ഇങ്ങനെ, കാരണം അവർ അതുപോലത്തെ ഒന്ന് പക്ക ആയുർവേദ പ്രാക്ടീഷണർ, ദേ ഹാവ് എ ഓപ്പൺ മൈൻഡാണ്. അവരെപ്പോഴും കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഹോമിയോ പ്രാക്ടീസ്, ദേ നോ വേർ ദേ ഹാവ് ടു സ്റ്റോപ്പ്, വാട്ട് ദേ ഹാവ് ടു സേ. പക്ഷേ ഇതൊന്നും അറിയാതെ 3 മാസം കോഴ്സ് എടുത്തിട്ട് വരുന്ന ആൾക്കാർ, ദേ മിസ്ഗൈഡ് ദ എൻറ്റയർ പോപ്പുലേഷൻ. വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദം. അപ്പോൾ ഇതിൽ നമ്മൾ എഡ്യൂക്കേഷൻ, ഞാൻ വീണ്ടും പറയണം, എഡ്യൂക്കേറ്റഡ് മൈൻഡാണ്. വി ഹാവ് ടു റീഡ് ബുക്സ്, എല്ലാം അവൈലബിൾ ആണ്. വി ഹാവ് ടു പ്രോപ്പർ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാനദണ്ഡം. ക്യാൻസർ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒരു സിംഗിൾ ആയിട്ടുള്ള ടെസ്റ്റ് അത് ഉണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, സിംഗിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ഒന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ എടുത്താൽ നമുക്ക് ക്യാൻസറിൻ്റെ സയൻസ് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CT എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സസ്പീഷൻ ഉണ്ടാവും, ക്യാൻസർ ആവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അത് എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുമെന്നും, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വരുമോ ഇല്ലെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ട് മോളിക്കുലർ ഡയഗ്നോസിസ് നിർബന്ധമാണ്. ബയോപ്സി ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോപാത്തോളജി നോക്കുന്നുണ്ട്, പിന്നെ മോളിക്കുലർ ഡയഗ്നോസിസ്, ചിലപ്പോൾ ജീനോമിക് സ്റ്റഡീസ്, ജീനോമിക് സീക്വൻസിങ് സ്റ്റഡീസ് ഉണ്ട്, അതൊക്കെ ചെയ്യേണ്ടി വരും. അതിന് ഫോർ എക്സാമ്പിൾ ഇപ്പം അത് വളരെ സുഖമുള്ള പരിപാടി പറഞ്ഞുതരാം. അതായത് ഒരു മുഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡോക്ടറിൻ്റെ അടുത്ത് പോകും, ചെക്ക് ചെയ്യുമ്പോൾ അവർ ആദ്യം ഒരു 2 ആഴ്ചത്തെ മരുന്ന് എഴുതി തരും. മരുന്ന് എഴുതി തരുമ്പോൾ പിന്നെ റെസ്പോൺസ് വരാത്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത് പോകും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും. പൊതുവെ ബ്ലഡിലൊന്നും കാണില്ല, നോർമൽ ബ്ലഡ് ആയിരിക്കും. ചിലപ്പോൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞെന്ന് വരും ഡിസീസിനെ പുറത്ത്, ബ്ലഡിലൊന്നും ഉണ്ടാവില്ല. അപ്പം പറയും നിങ്ങൾ വേണമെങ്കിൽ ഈ മരുന്ന് ഒരു ആഴ്ച കൂടെ എടുത്ത് നോക്കുക, അല്ലാന്ന് ഈ ടെസ്റ്റ് ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ ഒരു സാധാ മനുഷ്യന് എന്താവും, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഇനി അടുത്ത ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് ഡോക്ടർ. 2 ഓപ്ഷൻ, ചിലപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്ത്, അപ്പം എന്തായിരിക്കും ടെസ്റ്റ്? ഇപ്പം ബ്രസ്റ്റിലാണ് മുഴ എന്നുണ്ടെങ്കിൽ മാമോഗ്രാഫി ചെയ്യും. മാമോഗ്രാഫി ചെയ്യുമ്പോൾ അതിൽ മുഴ കാണുന്നുണ്ട്. അപ്പം അടുത്ത ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഇനി നിങ്ങളൊരു MRI കൂടെ ചെയ്ത് നമുക്ക് അടുത്ത് നോക്കാം, ആലോചിക്കാം, ക്യാൻസർ ആവാൻ സാധ്യത. അപ്പോൾ MRI എടുക്കുമ്പോൾ പറയുന്നത് ക്യാൻസറിന് എല്ലാ സാധ്യതകളുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് ബയോപ്സി ചെയ്തേ പറ്റുമെന്ന് പറയും. അപ്പം ചില ഡോക്ടർമാർ മാമോഗ്രാഫി ഫൈൻഡിങ് വെച്ച് തന്നെ അടുത്ത ബയോപ്സി പോകും. ബയോപ്സി പറയുമ്പോഴത്തേനും എന്തായി, ഷോക്കായി, ആൾക്കാർ ഷോക്കായി. അപ്പം വീട്ടിൽ വരും, ചർച്ച ചെയ്യട്ടെ എന്ന് പറയും. ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ എക്സ്പേർട്ടും ഒപ്പീനിയൻസും വരും. അപ്പോൾ പറയും നിങ്ങൾ ഹോമിയോ പോയിക്കോളൂ, ആയുർവേദ പോയിക്കോളൂ, ഫലാനാട്ടിക്കട, ആ ഡോക്ടറിനെ കാണാം, ശരിയല്ല, പൈസ വിട്ടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർമാർ പൈസ വിട്ടുന്ന ഒരു ചിന്ത എപ്പോഴും അങ്ങനെയാണ്. ബൈ ഡിഫോൾട്ട് അലോപ്പതി എന്ന് പറയുമ്പോൾ അക്കുപഞ്ചർ വാല വരെ നമ്മളെ കുറ്റം പറയുക ചെയ്യാം. ലിറ്ററലി ഒരു സെൻസും ഇല്ലാതെ ഓക്കുപഞ്ചർ പറയും, അലോപ്പത്തിക്കാർ നമ്മളെ ഊറ്റാന്ന് പറയും. പക്ഷെ ലിറ്ററലി അങ്ങനെയല്ല, അതിനൊക്കെ റീസൺ ഉണ്ട്. എല്ലാവരും MBBS പഠിച്ച ആൾക്കാർ എല്ലാവരും പൊട്ടന്മാരും ഒന്നുമല്ല. ഒരു ആൾക്കാരുണ്ടാവും, പക്ഷെ മെജോറിറ്റി അങ്ങനെയല്ല. എല്ലാ ഡോക്ടർമാർക്കും അകത്തൊരു നന്മ ഉണ്ട്. നമ്മൾ MBBS പഠിച്ച് വരുമ്പോൾ ഒരു ജീവൻ രക്ഷപ്പെടുത്തുക, ഏതെങ്കിലും നന്മ ചെയ്യാന്നുള്ള ചിന്ത എല്ലാവർക്കും ഉള്ളതാണ്, ഡിഫോൾട്ടാണ്. MBBS പഠിക്കുമ്പോൾ അതൊക്കെ നമ്മൾ ഭയങ്കര സോളിൽ തട്ടുന്ന സാധനങ്ങൾ, ഹക്ക് പറഞ്ഞാൽ
അത് എത്ര വലിയ ചിലപ്പോൾ അവരുടെ ബിഹേവിയർ റൂഡൊക്കെ ആയിരിക്കും, പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മളാണ് പച്ച മനുഷ്യന്മാരാണ് ഡോക്ടർമാരൊക്കെ. ഇഫ് യു ഗോ ടു നമ്മളെ വാർഡിലൊക്കെ വന്ന് നോക്കി അറിയാൻ പറ്റും, നൈറ്റ് ഡ്യൂട്ടി എടുത്ത് മരിക്കാൻ കിടക്കുന്ന കുട്ടികൾ നമ്മൾ കാണും. ഭക്ഷണം കഴിക്കുക, നമ്മളൊക്കെ MBBS സമയത്തും അതിനുശേഷം PG ചെയ്യുമ്പോഴൊക്കെ ഫുൾ ടൈം ഭക്ഷണം കഴിക്കുക, ആകെ ഒരു കോഫി കുടിച്ചിട്ടുണ്ടാവും, എൻ്റെ ഡേ അത് തന്നെ ആയിരിക്കും. പിന്നെ പിറ്റേ ദിവസം രാത്രി നൈറ്റ് ഡ്യൂട്ടി എടുത്ത് രാവിലെ അത് അങ്ങനെ തന്നെ വരിക, ഡ്രസ്സ് പോലും മാറ്റിയിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ബാക്ക് ടു ദ പോയിന്റ്. ഇപ്പം MRI പറയുമ്പോൾ MRI ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ വ്യക്തത ഉണ്ടാവുക. പിന്നെ ബയോപ്സി പറയുമ്പോഴത്തേനും ഡൈവേർട്ടായി, ആൾക്കാർ ഭയങ്കര ടെൻഷനായി. ബയോപ്സി എടുക്കുന്നത് നിർബന്ധമാണ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ പടരും. ബയോപ്സി ലിറ്ററലി ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കഷ്ണം എടുത്ത് നമ്മൾ നോക്കുക, മൈക്രോസ്കോപ്പിൽ ലിറ്ററലി നോക്കുക ചെയ്യുന്നത് ക്യാൻസർ ആണോ ഇല്ലേ എന്നുള്ളത്. അത് നോക്കുമ്പോൾ നമുക്ക് അറിയാം ഇത് ക്യാൻസർ ആണോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ ഓവറോൾ എങ്ങനത്തെ ക്യാൻസർ ആണെന്നുള്ളത് അറിയാൻ പറ്റും. കാരണം സ്കിന്നെന്ന് പറഞ്ഞാൽ അത് വേറെ ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക, ബ്രസ്റ്റിനകത്തുള്ള സാധനം വേറെ ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് ക്യാൻസർ ആണെന്ന് അറിയാൻ പറ്റും. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ നമുക്ക് സംസാരിക്കാം. അതിൽ പിന്നെ അതിൻ്റെ ഹോർമോൺ, ഇത് റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണല്ലോ, അത് ഗൈനക്കോളജിക്കൽ സാധനമാണ്. അപ്പോൾ ഹോർമോൺ റിസപ്റ്റർ ആക്ട് ചെയ്യുന്നതും ആക്ട് ചെയ്യാത്തതും എക്സ്പ്രസ് ചെയ്യാത്തതും ക്യാൻസർ ഉണ്ടാവും. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ ടെസ്റ്റ് ചെയ്യണം, IHC ചെയ്യണം, ഹോർമോൺ റിസപ്റ്റർ ടെസ്റ്റ് ചെയ്യണം, ER, PR, HER2/neu, അതിനൊപ്പം തന്നെ വേറെയും ടെസ്റ്റുകളുണ്ട്. അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ 2 കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ സൈസ് എത്രത്തോളം അസുഖം വളർന്നിട്ടുണ്ടെന്നൊന്ന് നോക്കുന്നുണ്ട്. രണ്ടാമത് അതിൻ്റെ ബിഹേവിയർ, ഹോർമോൺ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് കടക്കുന്നത്. ഇതിൽ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഡിസീസ് ബർഡൻ, എത്ര വലുപ്പമുണ്ട് ഡിസീസ്, ആ കുട്ടീൻ്റെ ഏജ് എത്രയാണ്, വയസ്സുണ്ടോ ഇല്ലേ, ആ ട്രീറ്റ്മെൻറ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കീമോ ആദ്യം കൊടുക്കേണ്ടി വരും, ചില സമയത്ത് സർജറി ചെയ്യണം, ചില സമയത്ത് ഫുള്ള് ബ്രസ്റ്റ് കളയേണ്ടി വരും, ചില സമയത്ത് ചെറിയ ലംബ് എടുത്ത് മാറ്റേണ്ടി വരും, റേഡിയേഷൻ വേണ്ടി വരും, പിന്നെ ടാർഗറ്റ് തെറപ്പി വേണ്ടി വരും. ചില സമയത്ത് നമുക്ക് ടാർഗറ്റഡ് തെറപ്പി കൊടുക്കേണ്ടി, ഇമ്മ്യൂണോതെറപ്പി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ NGS എന്ന് പറഞ്ഞ വേറെ ടെസ്റ്റ് അത് ചെയ്യേണ്ട ആവശ്യം വരും. സോ അത് ഡിപ്പെൻസ് ആണ്, ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ബെനിഫിറ്റ് പേഷ്യൻറ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ല അവരെ ചൂഷണം ചെയ്യാനൊന്നുമല്ല. നമ്മൾ ശ്രമിക്കുന്നത് ലിറ്ററലി എല്ലാ ദിവസവും ശ്രമിക്കുന്നത് ഫ്രീ ആയിട്ട് എങ്ങനെ കിട്ടുന്നത്. NGS ഒക്കെ ചെയ്യിപ്പിക്കാൻ നമ്മൾ മെനി ഏജൻസീസ് ദേ ആർ ട്രൈങ് ടു ഹെൽപ്പ്, നമ്മൾ ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ടെസ്റ്റുകളുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഒരു സാധാരണക്കാരന് ഏറ്റവും എളുപ്പമുള്ളൊരു അപ്രോച്ച് അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണോ? പെട്ടെന്ന് അങ്ങനല്ല ലിറ്ററലി നിങ്ങൾ ഡോക്ടറിനോട് പറയും, ഫ്രാങ്ക് ആയിട്ടുള്ള ഡിസ്കഷൻ, ഓപ്പൺ ആയിട്ട് ഡിസ്കഷൻ പറയണം. അതായത് വിശ്വാസം വേണം, ഡോക്ടറിനോട് വിശ്വാസം വേണം. അപ്പം ഇത് പേഷ്യൻറ്റിനും ഡോക്ടറിനും മൈൻഡിൽ ക്യാൻസർ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം, അത് ആവാനുള്ള സാധ്യതകളുണ്ട്. അതായത് അടുത്ത കാലത്ത് 35 മുതൽ 55 വരെ വയസ്സുള്ള ആൾക്കാർക്കാണ് ക്യാൻസർ ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ് കൂടി വരുന്നത്. എപ്പോഴും അത് ബാക്ക് ഓഫ് മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. അത് നമുക്കും അറിയുന്നതാണ്, ചെറുപ്പക്കാരന് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരു സിംറ്റംസ് വന്ന് അത് പെട്ടെന്ന് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്യാൻസർ റൂൾ ഔട്ട് ചെയ്യുന്നത് നിർബന്ധമാണ്. അപ്പോൾ അത് GP-നോട് പറഞ്ഞാൽ, ജനറൽ ഫിസിഷ്യൻ ആയാലും അയാൾ പറഞ്ഞുതരും, നിങ്ങൾ ഇങ്ങനെ പോയാൽ മതി പറഞ്ഞാൽ അത് വിശ്വസിച്ച് ചെയ്യാന്നുള്ളതാണ്. സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഡിലേ ചെയ്യരുത്, അതാണ് ഇതിൽ. അപ്പം ഞാൻ പറഞ്ഞ വലിയ ടെസ്റ്റുകളൊന്നും ചെയ്യണം, ബേസിക്കായ ടെസ്റ്റുകൾ തന്നെ. ഇപ്പോൾ സർക്കാരിലൊക്കെ പോയാൽ എല്ലാവരും പെറ്റൊന്നും എഴുതൂല, പെറ്റ് സ്കാൻ ആവശ്യമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം ഡിസീസ് അവിടെ തന്നെയാണോ, സ്പ്രെഡായിട്ടുണ്ടോ, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്, അതിന് നമ്മൾ പെറ്റ് സ്കാനൊക്കെ ആവശ്യം വരും. എല്ലായിടത്തും നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പം ഒരു മാന്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക, അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റുകൾ ചെയ്യുക, അൾട്ടിമേറ്റ് ബയോപ്സി എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ കുറേ ടെസ്റ്റുകൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് ആൾക്കാർ പറയും സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ വിഡ്ഢിത്തമാണ്. സത്യം പറഞ്ഞാൽ ഒന്ന് കോർപ്പറേറ്റ്സിന് പൈസ ഉണ്ടാവും, രണ്ടാമത് നമ്മളടുത്ത് വിഡ്ഢികളായി പോവാണ്. നമ്മൾ ഒരു പേടിയാണ്, ഫിയറാണ്, അതിനാവശ്യമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ, ഇപ്പം ഞാൻ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ആണ്, സ്ക്രീനിങ് ചെയ്യാൻ വന്നിട്ടുണ്ട്, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ 100 ആൾക്കാരെ സ്ക്രീൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു 50 ആൾക്കാർക്ക് എന്തെങ്കിലും മാമോഗ്രാഫിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത ടെസ്റ്റ് ചെയ്യണം, MRI എടുക്കും, അല്ലെങ്കിൽ ബയോപ്സി ചെയ്യും. അതിൽ 50 ആൾക്കാർക്ക് എന്തെങ്കിലും വന്നാലും അതിൽ 1 കിട്ടി, ക്യാൻസർ ആയാൽ കിട്ടി. അപ്പം ഡിഫോൾട്ട് 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, കുറേ ആൾക്കാർ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറേ ചിലവുണ്ടാക്കുന്നുണ്ട്, ബയോപ്സി ഫിയർ ഫാക്ടറൊക്കെ ബയോപ്സി പോസിറ്റീവ് കഴിഞ്ഞാൽ ഓക്കെയാണ്. രണ്ടാമത് 100 ആൾക്കാരെ ചെക്ക് ചെയ്ത് ഇന്ന് ക്യാൻസർ വന്നില്ല, ചിലപ്പോൾ 3 മാസം കഴിഞ്ഞ് ആ ഒരു 100 ആൾ വേറൊരു ആൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവരെ മൈൻഡിൽ വരെ ഞാൻ 3 മാസം മുമ്പാണ് ടെസ്റ്റ് ചെയ്തതെല്ലാം നോർമലാണല്ലോ. അങ്ങനെയാണ് സ്ക്രീനിങ് ഫെയിൽ. അപ്പം മാസ് സ്ക്രീനിങ് പൊതുവേ അഡ്വൈസ്ഡ് അല്ല. ചില അസുഖങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നല്ലാതെ ക്യാൻസറിന് എല്ലാവരെയും വലിച്ചിരുത്തി മാസ് സ്ക്രീനിങ് ചെയ്യുക അതൊരിക്കലും
നല്ല ഐഡിയ അല്ല. അപ്പോൾ അവിടേക്കാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് വരുന്നത്. അപ്പം സിംഗിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല, ലിറ്ററലി പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ശരീരം പറയും. അപ്പോൾ നമ്മൾ മെഡിക്കൽ അഡ്വൈസ് സീക്കുക എന്നുള്ളതാണ്. അവിടെ ഡോക്ടർ സ്വയം പരിശോധിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ബ്രസ്റ്റ് ക്യാൻസറിൽ അങ്ങനെയാണ്. ഫസ്റ്റ് തിങ് ഈസ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. പെണ്ണുങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് വെച്ചാൽ അതാണ് അവർക്കാണ് ഏറ്റവും പെട്ടെന്ന് അറിയാൻ പറ്റും അവരുടെ ബ്രസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി എന്തെങ്കിലും ചേഞ്ച് ആവുന്നുണ്ടോ, സ്കിന്ന് ചേഞ്ച് ആവുന്നുണ്ടോ, നിപ്പിളിൽ ബ്ലഡ് വരുന്നുണ്ടോ, നിപ്പിൾ ഇൻവേർട്ട് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ആക്സില കയ്യിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ മുഴ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ. ഇതൊക്കെ അവർ കുളിക്കുമ്പോൾ ഓരോ ദിവസം കുളിക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് എ ബെസ്റ്റ് ഫോം ഓഫ് പ്രിവെൻഷൻ. അതൊക്കെ നമ്മൾ ഈ മാമോഗ്രാഫിക്ക് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം നമ്മളൊന്ന് കൺസൾട്ട് ചെയ്യുക ഗൈനക്കോളജിസ്റ്റാണ്. അപ്പം അതിലും മാമോഗ്രാഫി ചെയ്യണോ വേണ്ടെന്നുള്ളത് ഡിഫറൻസ് ഉണ്ട്. അത് ചെറിയ കുട്ടിക്ക് ചെറിയ മുഴ വന്ന് അത് വളരുന്നില്ല, അവിടെ തന്നെ ഉണ്ടെങ്കിൽ അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചില സമയത്ത് ഫൈബ്രോയിഡിനോമ ഒക്കെ ഉണ്ട്, അത് ഓരോ പീരിയഡ് വരുമ്പോൾ കൂടും, പിന്നെ അതൊന്നും ക്യാൻസർ അല്ല. ക്യാൻസർ പ്രത്യേക രീതിയിൽ വരും. അപ്പോൾ പെട്ടെന്നൊരു ഗൈനക്കോളജിസ്റ്റിൽ നിന്ന് കാണിക്കുക, അവർ പറഞ്ഞുതരും, എക്സാക്ട്ലി പറഞ്ഞുതരും, നിങ്ങളൊരു മാമോഗ്രാഫി ചെയ്തോ, ബയോപ്സി ചെയ്യാം, വി ക്യാൻ ഗോ ഓഫ്. പക്ഷേ പൊതുവെ പുറം രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ 30 വയസ്സിന് ശേഷം അവർ സ്ക്രീനിങ് ഫിക്സ്ഡ് ആയിട്ട് 3 കൊല്ലത്തിൽ 5 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും മാമോഗ്രാഫി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ, മാമോഗ്രാഫി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസർ സാധ്യത കൂടും എന്നുള്ളൊരു തെറ്റിദ്ധാരണ അങ്ങനെയൊന്നുമില്ല. നമ്മളെപ്പോഴും ബെനിഫിറ്റ്, ഇത് റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് അത് നോക്കിയിട്ടാണ്. ഗുണമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ അഡോപ്റ്റ് ചെയ്യുള്ളൂ. അതിലൊരിക്കലും മാമോഗ്രാഫി ചെയ്യുന്നതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് ഒന്നും കൂടുതലല്ല. നമ്മളെ ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യുകയില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയില്ല. യഥാർത്ഥ കാരണം പറഞ്ഞാൽ സ്മോക്കിംഗ് ഈസ് എ ഹാം ഇൻജുറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പലപ്പോഴും ആ ബാക്ക് ഓഫ് മൈൻഡിൽ അങ്ങനെ ആയിപ്പോയി. ആണ് എല്ലാവർക്കും അറിയുന്ന സാധനം. പക്ഷെ അതിനെ ലിറ്ററലി ക്രിട്ടിക്കലി നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്യൂല. അത് ബാൻ ചെയ്യണമെന്നോ അതിൽ നമ്മൾ ബോധവൽക്കരണമൊന്നും ഉണ്ടാവില്ല. എല്ലായിടത്തും സ്മോക്കിംഗ് ആണല്ലോ. എത്രത്തോളം തന്നെ ഹൂക്ക അതായത് ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്ന പോലെ തന്നെയാണ് ഹൂക്ക. ഒരിക്കലും ഹൂക്ക ഈസ് നോൺ ക്യാൻസർ. ഹൂക്കയും ക്യാൻസർ ഉണ്ടാക്കും. അതിലും കാർസിനോജൻസ് ഉണ്ട്. സിഗരറ്റ് ടൊബാക്കോ ഫ്രീ ആയാൽ പോലും അതിലും കാർസിനോജൻസ് ഉണ്ട്. അപ്പം ഒരാൾ സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു പഫ് എടുത്തിട്ട് അങ്ങനെ വിടുക ചെയ്യുക. പക്ഷെ ഹുക്ക വലിക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അവർ ഫുള്ളെടുക്കും, ഫുള്ള് ലങ്സിലും വെറുതെ ഫുള്ളുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ കാർസിനോജൻസ് എക്സ്പോഷർ ഉണ്ടാകുന്ന ഹുക്കയിലാണ്. അപ്പം 2 ദിവസം മുമ്പ് കോട്ടക്കലിൽ അപ്പം യു ക്യാൻ നെവർ ആസ്ക്, അത് 18 വയസ്സിന് മുമ്പ് ഒരിക്കലും ഹുക്ക ആയിക്കോട്ടെ സിഗരറ്റ് ആയിക്കോട്ടെ ഒരിക്കലും അലൗഡ് അല്ല. 18 വയസ്സിന് ശേഷം അവരുടെ റൈറ്റ്സ് ഉണ്ട്, അവർ തീരുമാനം. പക്ഷേ കുട്ടികൾക്ക് ഒരിക്കലും എക്സ്പോസ്ഡ് ആവില്ല. അതുകൊണ്ടാണ് സ്കൂളിലൊന്നും അലൗഡ് അല്ലാത്തത്. ദീസ് നോ സ്മോക്കിംഗ് സോൺ ഒക്കെ എഴുതാൻ കാരണം ഇല്ലീഗലാണ്, ലിറ്ററലി ഇല്ലീഗലാണ്. ഇറ്റ്സ് എ പണിഷബിൾ ഒഫൻസ് ആണ്. പക്ഷേ 2 ദിവസം മുമ്പ് നമ്മളൊരു കഫേ പോകുമ്പോൾ അവിടെ 3 ഫാമിലി, ലിറ്ററലി യങ് ഫാമിലി ഇരുന്നിട്ട് ഹുക്ക വലിക്കാണ്. അത് 3 വയസ്സ് കുട്ടി മുതൽ 16 വയസ്സ് കുട്ടി വരെ. അത് അറ്റ്ലീസ്റ്റ് ഒരു 6 പിള്ളേരെങ്കിലും ഉണ്ടാവും, ബേബീസ്, യങ് കിഡ്സ് വരെ. അതും നൈറ്റ് ലൈഫാണ്. അതായത് 12-11:30 നമ്മളൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുൾ ഹുക്ക വലിക്കണം. അത് കുട്ടികൾക്ക് മുമ്പിൽ നിന്ന് ഹുക്ക വലിക്കണം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ദീസ് തിങ്സ് വി ഷുഡ് ഇൻ്റർഫിയർ. ഇപ്പം ഓരോ കഫേ വരുമ്പോൾ, ഓരോ റെസ്റ്റോറൻറ്റ് വരുമ്പോൾ വി ഹാവ് ടു ഇൻ്റർഫിയർ വാട്ട് ദേ ആർ ഗിവിങ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യമായിക്കോട്ടെ, ഇങ്ങനത്തെ ബിഹേവിയർ ആയിക്കോട്ടെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിത് പറയാൻ കാരണം, ഒരു 4 നമ്മളെ നാട്ടിലൊന്നും ഇതൊന്നും നോർമലല്ല ഒരിക്കലും. നമ്മൾ കൾച്ചറിൽ ഇതൊന്നും നോർമലല്ല ഒരിക്കലും. അത് ഏത് മതമായാലും ശരിയാണ്. നമ്മളിതൊന്നും പഠിപ്പിച്ചിട്ടില്ല, നമ്മളെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടില്ല. ഇത് കൂട്ടത്തിലിരുന്ന് വലിക്കുന്നത് നോർമലാണ്. നമ്മൾ എത്രത്തോളം വെച്ചാൽ സമയം കളയുന്നവരെ നമ്മൾ മോശമായിട്ട് കാണരുത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം എന്നുള്ളത് നമ്മളെ ആക്സെപ്റ്റ്. അപ്പോൾ അതിൽ തന്നെ പണ്ടൊക്കെ ക്യാരംസ് കളിക്കുമ്പോൾ സമയം കളയലടാന്നാ പറയാം, പോയി ഇരുന്ന് പഠിക്കുന്നത്. ഇപ്പം കുടുംബത്തോട് ഇരുന്നിട്ട് ഹുക്ക വലിക്കുകയാണ്. സോ അതൊരു ഒരു കൾച്ചറിന്റെ ഭാഗമായി എന്ന് പറയുന്നത്. കൾച്ചറിന്റെ ഭാഗമല്ല, കൾച്ചറൽ ഡിസ്ട്രക്ഷൻ ആണ്, ഒരിക്കലും ഭാഗമല്ല. ദാറ്റ് ഈസ് നോട്ട് എ കൾച്ചർ, ദാറ്റ് ഈസ് നോട്ട് എ കൾച്ചർ. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതാണ് ന്യൂ നോർമൽ എന്നുള്ള ഒരു ന്യൂ നോർമൽ. അതാണ് ന്യൂ നോർമൽ, എല്ലാം ന്യൂ നോർമൽ. യു ഹാവ് ടു അഡാപ്റ്റ്, അക്സെപ്റ്റ് എവറിത്തിങ്. അതിനാണ് പോകുന്നത്. പക്ഷെ ഇതിൽ അറിയാതെ വീണ് പോകുന്ന കുറെ ആൾക്കാർ, ഈ കുട്ടികളൊന്നും അറിഞ്ഞു വീഴുന്നതല്ല. ദേ ആർ എക്സ്പോസ്ഡ് ഹുക്ക നോട്ട് ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദെയർ ചോയ്സ്. അവർക്ക് അറിയ പോലുമില്ല. അത് ചെയ്യുന്ന നമ്മൾ വലിയ ആൾക്കാരാണ്. അതൊക്കെ ക്രിമിനൽ ഒഫൻസ് ആണ്. ക്രിമിനൽ ഓഫൻസ് അതൊക്കെ നമ്മൾ ഇടപെടണം. സോഷ്യൽ റെസ്പോൺസിബിൾ നമുക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ കഫേനോട് പറഞ്ഞ് വി വിൽ സെഗ്രിഗേറ്റ് ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞു. പക്ഷെ അതാണ് പ്രശ്നം. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യില്ല. കാൻകർ ഇന്ത്യയുടെ ഫംഗ്ഷൻ ഈസ് പ്യൂർലി ക്യാൻസർ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വി നീഡ് ടു എഡ്യൂക്കേറ്റ് അവർ കിഡ്സ്, എഡ്യൂക്കേറ്റ് അവർ പാരൻസ്, എഡ്യൂക്കേറ്റ് അവർ ഡോക്ടേഴ്സ്, എഡ്യൂക്കേറ്റ് ജനറൽ പബ്ലിക്. വി ഹാവ് ടു റിഫോം അവർ ജനറൽ പ്രാക്ടീസസ്. നമ്മൾ ചെയ്യുന്ന ഓരോ ദിവസം ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് നമുക്ക് റിഫോം ചെയ്യാനുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് ഒരു മീനിങ് ഉണ്ടാവണം, പ്രോപ്പർ മീനിങ് ഉണ്ടാവണം. റാൻഡമായിട്ട് ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അത് ഫ്രം വാർഡ് മുതൽ ഓരോ വീടുകൾ മുതൽ പഞ്ചായത്ത് ലെവലിൽ
മുനിസിപ്പാലിറ്റി ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ ചേഞ്ചസ് വരണം. അത് വരാത്തത് വരെ നമ്മൾ ഓരോ കാര്യങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടോ ഒരു സാധനം അത് പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ ഈ ആപ്ലിക്കേഷൻ എല്ലാത്തിനും പോകും. അതായത് സ്റ്റൊമക് ക്യാൻസർ ആയിക്കോട്ടെ, ഈസോഫേജിയൽ ക്യാൻസർ ആയിക്കോട്ടെ, കോളോൺ ക്യാൻസർ ആയിക്കോട്ടെ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇതിലൊക്കെ ഈ ഡിസ്കഷൻസ് ബാക്കി കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ച് വി ഹാവ് ടു ബി അവെയർ ഓഫ് ഇറ്റ്. അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊന്നും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമുക്ക് മാറ്റാൻ പറ്റിയിരുന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ട്രൈ ടു ഗെറ്റ് ട്രീറ്റ്മെൻറ്റ് ആസ് ക്വിക്ക് ആസ് പോസിബിൾ. അതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. ഡയഗ്നോസിസ് വേഗം ചെയ്യുക, യു ഹവ് ടു ട്രസ്റ്റ് ദ മെഡിക്കൽ ഡോക്ടേഴ്സ്. പിന്നെ വേഗം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കുക. അത് പലപ്പോഴും പറയുന്നത് ഈ കീമോ എടുത്താൽ എന്താവും, അല്ലെങ്കിൽ റേഡിയേഷൻ, ഇപ്പോൾ തിങ്സ് ഹവ് അഡ്വാൻസ് സോ മച്ച്. ഇപ്പം കീമോ, ഛർദ്ദിക്കുക വരുന്നത്, മുടി കൊഴിയുന്നതൊക്കെ വളരെ ചുരുങ്ങിയ ഡിസീസും ചില ഡ്രഗ്സിലുമാണ് അത് വരുന്നത്. മോഡേൺ ഡ്രഗ്സിലൊന്നും അതില്ല. കാരണം വി ഹാവ് ഇംപ്രൂവ്ഡ്. അത് വാട്ട് ഹാപ്പൻ 1970s നോട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ. ഡെവലപ്പ് ആവണം, വി ആർ അഡ്വാൻസിങ്. റേഡിയേഷൻ ആയിക്കോട്ടെ, പ്രിസിഷൻ റേഡിയേഷനെ കൊടുക്കുന്നത് വളരെ പർട്ടിക്കുലർ. അത് മാത്രമല്ല, നമ്മളൊരു ഇൻഡിവിജ്വലൈസ് പേഴ്സണലൈസ് പ്രിസിഷൻ മെഡിസിനിലോട്ട് മാറി. ബ്ലാങ്കറ്റ് ട്രീറ്റ്മെൻ്റ് അല്ല, ഒരാൾക്കുള്ളതല്ല മറ്റാൾക്ക് കിട്ടുന്നത്. അവിടെ എത്തി. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ വേഗം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് വെച്ചാൽ സൈഡ് എഫക്റ്റ് അതായിപ്പോയത്. അപ്പോൾ അത് ഞാൻ എൻ്റെ മൈൻഡിൽ വരുന്ന സാധനം, ഒരു വീട് തീ കത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വെള്ളം ഒഴിച്ചിട്ട് അണപ്പിക്കണം അല്ല, വി ഹാവ് ടു പുട്ട് ഔട്ട് ദ ഫയർ. അപ്പം ഈ സൈഡ് എഫക്റ്റിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്ന ആൾക്കാർ എൻ്റെ മൈൻഡിൽ വരുന്നത്, ലിറ്ററലി നിങ്ങൾ വീട് തീയിലാണ്, നിങ്ങളെ ചിന്ത എന്ന് വെച്ചാൽ വെള്ളം പാരിയാൽ നിലം നനഞ്ഞിട്ട് വൈക്കി വീഴും. അപ്പോൾ വെള്ളം വയ്ക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും നിർത്തണം, നോ വാട്ടർ. ലിറ്ററലി അതാണ് അവസ്ഥ. സോ വി ഹാവ് ടു മൂവ് ഫ്രം ദാറ്റ്. ഡോക്ടർ, വേറൊരു പൊതുവായ ചോദ്യം എന്ന് പറയുന്നത്, ക്യാൻസർ ഇപ്പോഴും വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു രോഗമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ മരിക്കും, ഇതിന് ക്യൂറില്ല. ഇപ്പോൾ ഹോപ്പ് ഉണ്ടോ ശരിക്കും? ലിറ്ററലി അത് ഈ പറയുന്ന ആൾക്കാരൊന്നും ക്യാൻസർ പേഷ്യൻസിന് കണ്ടിട്ടുണ്ടാവില്ല. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ 120 പേഷ്യൻസ് ഡെയിലി നമ്മൾ ട്രീറ്റ് ചെയ്യണം, ഒപ്പിൽ വരാൻ. അതിൽ മോർ ദാൻ 90%, 80 to 90% ഓഫ് ദ പേഷ്യൻസ് ദേ ഗെറ്റ് ക്യൂർഡ്. അത് ഫോർ എക്സാമ്പിൾ അത് കുറച്ചുകൂടെ ചിന്തിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ സ്മോക്ക് ചെയ്യുമ്പോൾ ഈ സ്മോക്കിൻ്റെ കാർസിനോജൻസ്, ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും പോവുകയാണ്. അപ്പം സ്മോക്ക് കാരണം ലിപ്പ് ക്യാൻസർ വരാം, സ്മോക്ക് കാരണം ടങ് ക്യാൻസർ വരാം, ചീക്ക് ക്യാൻസർ വരാം, ത്രോട്ട് ക്യാൻസർ വരാം, ഈസോഫേജിയൽ ക്യാൻസർ വരാം, സ്റ്റൊമക് ക്യാൻസർ വരാം, ഗോൾ ബ്ലാഡർ ക്യാൻസർ വരാം, കോളോൺ ക്യാൻസർ വരാം, സെർവിക്കൽ ക്യാൻസർ വരാം, റെക്ടൽ ക്യാൻസർ വരാം, ബ്ലാഡർ ക്യാൻസർ വരാം, യൂറിനറി ബ്ലാഡർ ക്യാൻസർ, എല്ലാ ക്യാൻസർ വരാം. അപ്പോൾ കാരണം ഈ കാർസിനോജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും പോവാണ്. അപ്പം ഒരാൾക്ക് ഇവിടെ ക്യാൻസറാണ്, ഇവിടെ നമ്മൾ ഫുള്ള് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും പിന്നെ ഇവിടെയും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, വേറെ സ്ഥലത്തും ക്യാൻസർ വരാൻ സാധ്യത. കാരണം ഇവർ ചെയ്ത് സ്മോക്ക് ചെയ്യുന്ന ശരീരം മുഴുവൻ പോയിട്ടുണ്ട്. ഒരാൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ശരീരം ക്യാൻസർ വരാൻ സാധ്യത ഉള്ള ഒരു മനുഷ്യനാണെന്ന് അർത്ഥം. ഏറ്റവും പൊതുജനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ക്യാൻസർ വരണം. അപ്പോൾ അതുകൊണ്ടാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും തിരിച്ചു വരാനുള്ള കാരണമുള്ളത്. പൊതുവെ എല്ലാത്തിനും ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പുറമെ രാജ്യങ്ങളിൽ ലെസ് ദാൻ 20% മോർട്ടാലിറ്റി. കറക്റ്റ് ടൈമിൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പൊതുവെ മോസ്റ്റ് ക്യാൻസേഴ്സ് ആർ കൺട്രോളബിൾ, ക്യൂറബിൾ. അറ്റ്ലീസ്റ്റ് നല്ല റെസ്പോൺസ് റേറ്റാണ് വരിക. ഹോച്ചിൻസ് ലിംഫോമ ഒക്കെ വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനങ്ങളാണ്. എന്നാലും അതിൻ്റെ മീനിങ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് സ്റ്റേജ് 4 ഡിസീസാണ്, അതിൻ്റെ മീനിങ് അതല്ല നമ്മൾ കാത്തിക്കാണ് എപ്പോഴും മരിക്കും എന്ന് പറഞ്ഞത്. അതല്ല, ഒരു മനുഷ്യന് ഡിഗ്നിറ്റി ഉണ്ട്. ഒരാൾ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യലെന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധമാണ്. ഷർട്ട് ഇടുക, കുളിക്കുക, ബാത്റൂം പോകുന്നത് സ്വയം ചെയ്യുക, കഴുകുക, അതൊക്കെ നിർബന്ധമുള്ള സാധനമാണ്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ഡിഗ്നിറ്റിനെ നശിക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ പർപ്പസ്, പാലിയേറ്റീവിൻ്റെ പർപ്പസ് അതാണ്. അല്ലാതെ ബെഡ് കിടക്കുന്ന ആൾക്കാരെ പോയി തുടച്ചു കൊടുക്കാന്നല്ല. യു ഷുഡ് പ്രിവെൻറ്റ് ദം ബിഫോർ ഗോയിങ് ടു ബെഡ്. അവർ കിടപ്പിലാവുന്നത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേജ് 4 ആയാലും നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ പർപ്പസ് വെച്ചാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ കീമോ കൊടുത്താൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, റേഡിയേഷൻ കൊടുത്താൽ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, ചിലപ്പോൾ പെയിൻ റിലീഫ്. പലപ്പോഴും പെയിൻ റിലീഫ് തന്നെ വലിയ സംഭവമാണ്. പെയിൻ ഏറ്റവും കൂടുതൽ അത് റിലീഫ് കൊടുക്കുമ്പോൾ അവർക്ക് സമാധാനമാവും. അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. ദർ ഈസ് എ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വി ഹാവ് ടു ഗെറ്റ് ഫോർ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. അത് എടുക്കാൻ പറ്റുന്നത് വി ഷുഡ് ട്രൈ ടു മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. കാരണം ഫോർ എക്സാമ്പിൾ നട്ടെല്ലിൽ ക്യാൻസറായി, നമ്മൾ ട്രൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പൈനൽ കോഡ് സേവ് ചെയ്യുക, നമ്മൾ ബ്ലാഡറിൻ്റെ ഫംഗ്ഷനും ബൗളിൻ്റെ ഫംഗ്ഷനും സേവ് ചെയ്യുക. കാരണം മൂത്രം പോകുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ ഫുൾ ടൈം ട്യൂബ് ഇടണം.
ലാട്രിൻ അത് വാഷ്റൂം പോകാൻ പറ്റുന്നതാണ് നമ്മൾ കൈയിട്ട് പുറത്തെടുക്കേണ്ട ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇതൊന്നും സംഭവിക്കാതെ നോക്കുക, അല്ലെങ്കിൽ എല്ല് പൊട്ടിപ്പോവുക, ഫ്രാക്ചേഴ്സ്, ഫോള് പ്രിവെൻറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കാം. ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ അൺടിൽ ദർ ലാസ്റ്റ് ബ്രെത്ത് വി ഷുഡ് മെയിൻറ്റെയിൻ ദർ ഡിഗ്നിറ്റി. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അതുകൊണ്ടാണ് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. അത് ഒന്ന് ട്രെയിൻ അവിടെ പോകണം ഇവിടെ പോകണം പറയുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി സേവനം ചെയ്തോളി, പക്ഷേ വിതൗട്ട് കോംപ്രമൈസിങ് ദ ഡിഗ്നിറ്റി. അതാണ് അതിൻ്റെ. അതായത് ഈ അതിജീവനം എന്ന് പറഞ്ഞൊരു ഫേസ് പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല, എഴുതല്ലാണ്. ഡെഫിനറ്റ്ലി. കാരണം ഇത് ഞാൻ അതിൻ്റെ ഒരു പച്ച എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഒരു പേഷ്യൻറ്റ്, ഷീസ് ക്രോണിക് കിഡ്നി ഡിസീസുള്ള പേഷ്യൻ്റാണ്. ഇത് യൂട്രസിൻ്റെ ക്യാൻസർ സ്റ്റേജ് 4 ആണ്. ഭയങ്കര തടിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, തടി കാരണം ശ്വാസം മുട്ടാണ്. അമ്മ വരുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിൽ ആസിഡ് ലെവൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ലിറ്ററലി ആസിഡ് ലെവൽ കൂടി റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ട്, റീനൽ ഫെയിലിയർ എന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ വേഗം മരണപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻസറാണ്, സ്റ്റേജ് 4 ക്യാൻസർ. അപ്പോൾ നമ്മളെപ്പോഴും ആ പേഷ്യനോട് ഞാൻ ഒരു മോനുണ്ടായിരുന്നു. അപ്പോൾ മോനോട് പറഞ്ഞു ഇങ്ങനെയാണ് കണ്ടീഷൻസ്, പറഞ്ഞ് നിങ്ങൾ എല്ലാം ചെയ്തോളി. അപ്പം ഫോർ 1 month I was pampering her. അത് ലിറ്ററലി അവസാനം വാട്ട് ഹാപ്പൻസ് ഈസ് ഷീ ഗോട്ട് എക്സ്റ്റുബേറ്റഡ്. അത് വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വന്ന് റീനൽ പാരാമീറ്റേഴ്സ് ഇമ്പ്രൂവ് ആയി, അറ്റ്ലീസ്റ്റ് ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ നിന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട അവസ്ഥ. ആൻഡ് ഷി വെൻ ബാക്ക് ഹോം വാക്കിംഗ്. പിന്നെ 6 മാസം കഴിഞ്ഞ് ഡെത്ത് ആയി. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. ബട്ട് ഷി വെൻ ബാക്ക് വാക്കിംഗ്. അതുപോലെ തന്നെ വേറൊരു കേസ് ഉണ്ട്. ഇറ്റ് വാസ് എ 52-year-old മെയിലാണ്, 52 വയസ്സുള്ള മനുഷ്യൻ. അപ്പം അയാൾക്ക് SVCO എന്ന് പറയുന്ന ഒരു സിംറ്റം, അതായത് ലങ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഈ ഹാർട്ടിൽ പോകുന്ന ബ്ലഡ് വെസൽസിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഖമൊക്കെ വീർത്ത് പെട്ടെന്ന് മാറണം. ഒരു എമർജൻസിയാണ്, സർജിക്കൽ മെഡിക്കൽ ഓൺകോളജിക്കൽ എമർജൻസിയാണ്. SVCO പറഞ്ഞാൽ അപ്പം മൂപ്പർ നേരെ ICUവിൽ ഷിഫ്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ ടീം ഡിസ്കസ് ചെയ്തിട്ട് വി സ്റ്റാർട്ടഡ് റേഡിയേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വി ഷിഫ്റ്റഡ് ദ പേഷ്യൻറ്റ് ICU വെന്റിലേറ്ററൊപ്പം തന്നെ താഴെ ട്രീറ്റ്മെൻറ്റ് മെഷീനിൽ കൊണ്ടുവന്ന് ബങ്കറിൽ കൊണ്ടുപോയി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്. ആൻഡ് ലിറ്ററലി ഹി വെൻ ബാക്ക് വാക്കിംഗ്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല, കൈ ഒഴിഞ്ഞ സാധനങ്ങളാണ്. അതുപോലെ തന്നെ 2019 ലങ് ക്യാൻസർ പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, സ്റ്റേജ് 4 ലങ് ക്യാൻസറാണ്. മൂപ്പർക്ക് ആക്ച്വലി പാനലുണ്ടായി, CGHS പാനലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും, അതിനുള്ള പൈസേൻ്റെ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ NGS ചെയ്ത് നമ്മൾ കീമോ വർക്കാവുന്നില്ലായിരുന്നു. അപ്പോൾ ടാർഗറ്റ് കണ്ടെത്തി. അപ്പോൾ നമ്മൾ ഡുർവാലുബം എന്ന് പറഞ്ഞൊരു മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഹീ സ്റ്റിൽ അലൈവ്, കംപ്ലീറ്റ്ലി ക്യൂറാണ്. അത് നോ ഡിസീസ്. ക്യൂർ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് റെസ്പോൺസ് ആണ്, ഒരു അസുഖവും ഇല്ല ശരീരത്തിൽ. സ്റ്റേജ് 4 ലങ് ക്യാൻസറാണ്. സോ ഹോപ്പ് ഉണ്ട് എപ്പോഴും. അതുപോലെ തന്നെ ബ്രെയിൻ ക്യാൻസറിലൊക്കെ നേരത്തെ കണ്ടെത്തിയാൽ വി ക്യാൻ ഹാവ് നോർമൽ ലൈഫ് നമുക്ക് ചെയ്യാൻ പറ്റും. ചില എക്സെപ്റ്റ് സെർട്ടൻ ക്യാൻസേഴ്സ്, സെർട്ടൻ ലൊക്കേഷൻസ്, സെർട്ടൻ ഫിസിയോളജി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം എല്ലാ പോർഷനും പാർട്ടും കവർ ചെയ്തിട്ടുണ്ട്, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ. അതിൻ്റെ പരിമിതികളുണ്ട്. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ക്യാമ്പയിനിലേക്ക് തിരിച്ചു വരാം. കാൻക്ലേവ് കോട്ടക്കൽ ക്യാൻസർ അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച പോലെ റൈറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അത് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും അവിടെ ഫോക്കസ് ചെയ്യാം. ഇതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഒരു ക്ലീൻ ലൈഫ് സ്റ്റൈൽ, ഈ മോഡേണിറ്റിയുടെ എല്ലാ അലമ്പുകളും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡയറക്റ്റ് കാരണം തന്നെയാണ് ക്യാൻസർ എന്നുള്ള ഒരു റിയലൈസേഷനാണ് ഇത് കൺക്ലൂഡ് ചെയ്യാൻ നമുക്കിപ്പോൾ പറയാനുള്ളത്. എല്ലാം മോഡേണിറ്റി റോങ് അല്ല. there are good things, there are so many good things. take the good things, leave the bad things. Exactly, അതെ. ബിഹേവിയർ കംഫർട്ടായ സാധനങ്ങളൊന്നും കൂടുതൽ എടുക്കണം, നോളജബിൾ ആയ സാധനങ്ങൾക്ക് ടേക്ക് ഇറ്റ്. അതാണ് നമ്മളെ പർപ്പസ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് വളരെ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിലുടനീളം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ള ആളുകൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളിലൊക്കെ ചെയ്യേണ്ട മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ ബോധവൽക്കരണം, അല്ലെങ്കിൽ അത്തരം ഒരു ക്യാൻസർ ക്യൂറബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി കാര്യങ്ങൾ, ഒരു ക്യാൻസർ ഫ്രീ ആയിട്ടുള്ളൊരു സൊസൈറ്റി കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ചിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വരുന്നൊരു തലമുറയെ തീർത്തും ഇത്തരം അസുഖങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ലൊരു പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത്തരം ഒരു പ്രവർത്തനങ്ങളിൽ മുന്നോട്ടുണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.